ഒന്നാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. കണ്ടോ, ആരാണ് അനുഗ്രഹീതർ? ഈ പ്രവചനത്തിലെ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിലെ വിശുദ്ധ ലിഖിതങ്ങളിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും. കണ്ടോ, അപ്പോ ദൈവവചനം വായിച്ചാൽ അനുഗ്രഹമുണ്ട്. വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ. ദൈവവചനം നമ്മൾ വായിച്ചാൽ ആ വായിക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. വചനത്തിലൂടെ ജീവിതം ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. മറ്റൊരു വചനം വായിക്കാം. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 1 മുതൽ വായിക്കാം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അതായത് പറയുകയാണ്, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് മറ്റ് കാര്യങ്ങളിലൊന്നും വലിയ ആനന്ദമില്ല. അതായത് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിലോ കുറ്റം കേൾക്കുന്നതിലോ അല്ലെങ്കിൽ കൂടിയിരുന്ന് മറ്റുള്ളവരെ വിധിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഇപ്പോൾ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ചെറുതും വലുതുമായ പല കാര്യങ്ങളും ലോകത്ത് നടക്കുന്നത്, ചുറ്റുപാടിൽ നടക്കുന്നത്, ഇതിനകത്തൊന്നും വലിയൊരു താല്പര്യം പ്രകടിപ്പിക്കാതെ, അതാണ് ആ 3 കാര്യങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതെ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കാതെ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാതെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ലോക വിഷയങ്ങളിൽ വലിയ അമിതമായ മമതകളും താല്പര്യങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരാൾ. ഇതിനെ വേറൊരു രീതിയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 2:2. ഈ ഏകാഗ്രതയെ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇതിനെക്കുറിച്ച് 1 കൊരിന്തോസ് 2:2. നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതായത്, ഐ ഹാവ് ടേക്കൺ എ വെരി പോസിറ്റീവ് ഡിസിഷൻ നോട്ട് ടു നോ എനിത്തിങ് അതർ ദാൻ ജീസസ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. വേറൊന്നും അറിയണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ. ആരുടെ ഇടയിൽ? കൊരിന്തോസിലെ സഭയിൽ എത്തിയപ്പോൾ. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആഥൻസിലെ സുവിശേഷ വേല കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കോറിന്തിലെത്തുന്നത്. കോറിന്തിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം എവിടെയായിരുന്നു? ആഥൻസിലായിരുന്നു. ആര്? പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ ആഥൻസിലെ ശുശ്രൂഷ ഒരു വമ്പൻ പരാജയമായിരുന്നു. തല്ല് കിട്ടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ അവിടുന്ന്. അപ്പോൾ അദ്ദേഹം കോറിന്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ആഥൻസിലുണ്ടായ ദുരനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു പാഠം പഠിച്ചതായിട്ടാണ് നമ്മൾ കോറിന്തിലെ ആ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കോറിന്തിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 25,000-ത്തിലധികം ആത്മാക്കളെ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒറ്റയ്ക്ക് നേടിയെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ഒരു വമ്പൻ കൊയ്ത്ത്, ആത്മാക്കളെ കൊയ്ത് ഒരു വമ്പൻ കൊയ്ത്ത് അവിടെ നടന്നു. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യമാണിത്. ഇങ്ങനെ ആത്മാക്കളെ നേടാൻ പറ്റിയതിൻ്റെ കാരണം അദ്ദേഹം ആരംഭത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു ആ തീരുമാനം? നിങ്ങളുടെ ഇടയിൽ കാലുകുത്തിയപ്പോൾ മുതൽ ഞാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പറഞ്ഞു ഹല്ലേലൂയ. വേറൊന്നിനെ കുറിച്ച് അറിയേണ്ടത്, അതാണ് ഈ പറയുന്നത്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അപ്പം അവൻ അതിനകത്ത് താല്പര്യം ഇല്ല. പിന്നെ എന്തിനാ താല്പര്യം? അടുത്ത വാക്യം. എന്തിനാണ് അവൻ്റെ താല്പര്യം? അവൻ്റെ ആനന്ദം. അവൻ്റെ സന്തോഷം വെച്ചിരിക്കുന്നത്, അവൻ ആനന്ദം കണ്ടെത്തുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലല്ല, ഫേസ്ബുക്കിലെ ഷോർട്സിലല്ല, യൂട്യൂബിലെ ഷോർട്സിലല്ല. അവനിങ്ങനെ ഫേസ്ബുക്കിലെ പേജുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനകത്തല്ല അവൻ്റെ സന്തോഷം. അവൻ്റെ ആനന്ദം
കർത്താവിൻ്റെ നിയമത്തിലാണ്. നിയമമെന്ന് ബൈബിളിൽ പറഞ്ഞാൽ വചനമെന്നാണ്. വചനം, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഒരാളെക്കുറിച്ച് പറയുകയാണ്, മറ്റു കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെന്താണ്? 119 സങ്കീർത്തനത്തിലുണ്ട്. അതായത് ഈ ബൈബിൾ അങ്ങോട്ട് തുറക്കുന്ന സമയത്ത് 119 സങ്കീർത്തനത്തിലുണ്ടത് കൊള്ള മുതൽ കിട്ടിയവനെ പോലാണ്. വലിയ കൊള്ളയടിച്ച കൊള്ളക്കാരന് കൊള്ള മുതൽ കൈ കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അവന് വചനം കിട്ടുമ്പോൾ കിട്ടുന്നത്. സങ്കീർത്തനം 119 വാക്യം 162 വായിക്കാവോ? സങ്കീർത്തനം 119 വാക്യം 162. കിട്ടുന്നവർ ഉറക്ക വായിച്ചോ. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഉണ്ടോ? വലിയ അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിഞ്ഞപ്പോൾ അതെനിക്ക് ആനന്ദാമൃതമായി. അപ്പോൾ അതാണ് സങ്കീർത്തനം 1 പറയുന്നത്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി, നിങ്ങൾ അല്പസമയം കൂടുതൽ ബൈബിളുമായി ചെലവഴിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. നിങ്ങൾ ഈ ബൈബിളിൽ യേശു ഒരു മനുഷ്യനോട് ഇങ്ങനെ ചോദിച്ചില്ലേ, എന്താണ് ഇതാ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ. അതാരോടാ പറഞ്ഞേ? യാരോട് ചൊല്ലിയാങ്കെ? നഥാനിയേലിനോട്. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. നഥാനിയേലിൻ്റെ വേറൊരു പേര് പറയൂ. ബർത്തലോമിയ. അപ്പസ്വലന്മാരുടെ കൂട്ടത്തിലെ ബർത്തലോമിയാണ് ആര്? നഥാനിയേൽ. അപ്പോൾ ഈ ബർത്തലോമിയായി കണ്ടപ്പോൾ യേശു പറയുകയാണ്, നഥാനിയേലിനെ കണ്ടപ്പോൾ പറയുകയാണ്, ഇതാ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ. അപ്പം നഥാനിയേൽ ചോദിച്ചു, യോ എങ്ങനെ അറിയാം? നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, നമ്മൾ തമ്മിൽ എങ്ങനെ അറിയാം? എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈശോ ഒരു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞേ? തട്ടുകടയിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടാണോ? പിന്നെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ ഞാൻ കണ്ടിരുന്നു. എപ്പോൾ? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്നാൽ പഴയ നിയമത്തിൽ അതിൻ്റെ പല അർത്ഥങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അർത്ഥം തിരുവെഴുത്തുകളെ ധ്യാനിക്കുക എന്നാണ്. സമാധാന കാലത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ. യഹൂദൻ അത്തിമരത്തിലും മുന്തിരിത്തോപ്പിലും ഇരിക്കും, അത് സമാധാനത്തിൻ്റെ കാലമായിരിക്കും എന്നൊക്കെ പ്രവചന ഗ്രന്ഥങ്ങളിൽ പ്രവചനങ്ങളുണ്ട്. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കർത്താവിനെ ധ്യാനിക്കുക, കർത്താവിൻ്റെ തിരുവെഴുത്തുകൾ ധ്യാനിക്കുക, ദൈവവചനം ധ്യാനിക്കുക എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈശോ നഥാനിയേലിനോട് പറഞ്ഞത്, നഥാനിയേൽ, നിന്നെ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോൾ? നീ നിൻ്റെ വേദപുസ്തകവും തുറന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടതാണ്. ഹല്ലേലൂയാ. ബൈബിള് വായിക്കുന്നതിന് വേറെ ആരെ ദൈവം നോട്ട് ചെയ്തില്ലെങ്കിലും വചനത്തോട് സ്നേഹമുള്ളവനെ ദൈവം നോട്ട് ചെയ്യും. കാരണം ഇത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിനും രക്ഷയ്ക്കും ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് തിരുവചനത്തിലൂടെ. തിമോത്തിയോടാണ് അങ്ങനെ പറയുന്നത്. തിമോത്തിയോട് പറയുന്നുണ്ട്, നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. 2 തിമോത്തി 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 2 തിമോത്തി 3:15. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? എന്നെ കേട്ടെ പ്ലീസ്. ഇന്നെ നോക്കിയേ എന്നറിയാം. ഇതിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് വായിക്കുമ്പോൾ എങ്ങനെയെന്നറിയാം, ഒരു അഭിഷേകം ഇങ്ങനെ കയറി വരും. എടുത്ത് വായിക്കണം, വെറുതെ ഇരിക്കരുത്. അത് നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടല്ലോ, ചിലപ്പോൾ സമയം എടുത്താലും വേണ്ടില്ല. അപ്പോൾ എന്ത് വെച്ചാൽ ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ എന്താ പറയുക, ഒരു അനോയിൻറ്റിങ് ഇങ്ങനെ കയറി വരും. അതങ്ങനെയാണ്. കാരണം കർത്താവിൻ്റെ വചനം നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും തോറും ഒരു പ്രത്യേക അഭിഷേകം നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ വചനത്തിനകത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഒന്ന് പറഞ്ഞേ, വചനത്തിനകത്ത് ആരുണ്ട്? അതിപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, ഇവിടെ എന്തെങ്കിലും വെക്ക്, ഒരു കരിയിലെടുത്ത് ഇവിടെ എന്തെങ്കിലും വെച്ചോണം, ഒരു അടയാളം. എന്നിട്ട് നമുക്ക് ഞാൻ പറയുന്ന വചനത്തിലേക്ക് ഇത് വരണം. യേശയ്യാ പ്രവചനത്തിൻ്റെ 34-ാം അധ്യായത്തിലേക്ക് വരിക. യേശയ്യാ 34 വാക്യം 16. ഉച്ചത്തിൽ എല്ലാവരും എടുക്കണേ. യേശയ്യാ എല്ലാവരും എടുത്തിട്ട് പതുക്കെ വായിച്ചാൽ മതി. യേശയ്യാ 34:16.
ഉച്ചത്തിൽ പോരാ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. കണ്ടോ, പ്രവാചകൻ പറയുകയാണ്, പ്രിയപ്പെട്ട ചേട്ടാ, ചേച്ചി, അമ്മ, അപ്പ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച്. അതെന്തറിയാമോ, ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് എല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞാണ്, അച്ഛാ, ഈ ഞാൻ കുരിശിട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് എന്നെ ആളുകൾ നിന്ദിച്ചു. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അതായത് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ കുരിശൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടാൽ അവർ കുറ്റം പറയും. അപ്പോൾ കർത്താവ് കട്ടിലെ കിടന്ന് മരിച്ചെങ്കിൽ നിങ്ങൾ കട്ടിൽ കഴുത്തെ തൂക്കുമെന്നൊക്കെ ചോദിക്കും, അല്ലേ? ആംബുലൻസിൽ നാം മരിച്ചെങ്കിൽ നിങ്ങൾ ആംബുലൻസ് ചുമന്നുകൊണ്ട് നടക്കുമെന്നൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ചെറുപ്പക്കാരനോട് പിന്നെ ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ കഴുത്തേൽ കുരിശും തൂക്കി നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിച്ച സമയത്ത് അവന് വളരെയധികം വിഷമമായി. അവനിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വളരെ വിഷമത്തോടെ, പ്രയാസത്തോടെ അവൻ, കർത്താവെ, ഞാനിത് പിന്നെ എനിക്ക് ആ വചനം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, ഞാനത് കണ്ടുപിടിച്ച് പറയാം. എന്നുവെച്ചാൽ അവനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് വിഷമായി എന്നെ ഇങ്ങനെ പറഞ്ഞത്. ഉടനെ വചനം ഇവരിപ്പോൾ എന്നോട് കണ്ടുപിടിച്ചിട്ട് പറയും. അപ്പോൾ ആ ഒരു വചനം പെട്ടെന്ന് കർത്താവ് അവന് ബൈബിളിൽ നിന്ന് കാണിച്ചു. അത്രയും നാൾ കണ്ടിട്ടില്ലായിരുന്നു. എന്താണെന്നറിയാം, എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ ഒരു തടിക്കഷണത്തെ എന്ന പോലെ അവർ നിന്ദിച്ചു. കൃത്യവാക്യം കിടക്കുകയല്ലേ, അതല്ലേ ഈ ചെയ്തേ? എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ ഒരു തടിക്കഷണത്തെ എന്ന പോലെ അവർ നിന്ദിച്ചു എന്ന് പെട്ടെന്ന് അവൻ ആ വചനത്തിൽ നിന്ന് ദൈവം പെട്ടെന്ന് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ വേഗം ചെന്നിട്ട് ഈ നിന്ദിച്ച ആളോട് ചെന്നിട്ട് പറഞ്ഞു കൊടുത്ത്, ദേ, ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ആൾക്ക് പറയാനൊന്നുമില്ല. എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ വെറും തടിക്കഷണത്തെ എന്ന പോലെ നിങ്ങൾ നിന്ദിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? തിരിച്ചു വാ, യെശയ്യായിലേക്ക് വാ. എന്ത് ചെയ്യണം? അത് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഇവയിൽ ഒന്നും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഒന്നും കാണാതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. നിനക്ക് രോഗമാണോ, ഇതിനകത്തുണ്ടാവും. ഞാൻ സൗദി അറേബ്യയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഞാനിങ്ങനെ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കാറിൽ കയറുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരി ഇങ്ങനെ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കെട്ടിയോൻ ചാവാറായി കിടക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയാണ് ഭർത്താവ്? എവിടെയാണ്? വീട്ടിലാണ്, കിടപ്പാ. എവിടെയാണ് വീട്? അച്ഛനീ അങ്ങോട്ട് പോകുന്ന വഴിക്കാം, അവിടെ ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പോയ ചേട്ടനെ കൊണ്ടുപോകുന്ന ചേട്ടനോട് ചോദിച്ചു, നമുക്ക് തടസ്സമാവുമോ? അപ്പോൾ ആ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, പാവം അവർ, നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ കയറി. അപ്പോൾ കയറുമ്പോൾ മനുഷ്യൻ മരണാസന്നനായിട്ട് കിടക്കുകയാണ്, ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, എന്താ രോഗം? അപ്പോൾ ഈ ഭാര്യയും 2 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഒരൊറ്റമുറി ഫ്ലാറ്റാണേ, പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, അച്ഛാ, ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഭർത്താവിനാണ് ആകെ ജോലി ഉണ്ടായിരുന്നത്. ഈ മനുഷ്യൻ കിടപ്പിലായി പോയി. ഇദ്ദേഹത്തിൻ്റെ അപ്പനും ഇതേ പ്രായത്തിൽ ഇതേ രോഗം വന്ന് മരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്, ഇദ്ദേഹത്തിന് പേടിയാണ്. അങ്ങനെ ഇത് കിടപ്പിലായിപ്പോയി, ഒന്ന് അനങ്ങാൻ പോലും മറ്റെങ്ങനെ കിടക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. എൻ്റെ ദൈവമേ, എന്നാ ചെയ്യാൻ പറ്റും ഈ മനുഷ്യന്? ഞാൻ അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കറിയാമായിരുന്നൊരു വചനം പെട്ടെന്ന് ആത്മാവ് മനസ്സിൽ ഓർമ്മിപ്പിച്ചു തന്നു. അതിതാണ് സങ്കീർത്തനം. എടുക്കണ്ട, ഓർത്തു വെച്ചോ. സങ്കീർത്തനങ്ങൾ 118:17 ഓർത്തു വെച്ചോ. സങ്കീർത്തനങ്ങൾ 118:17 എന്തെന്നറിയാം? ഞാൻ മരിക്കുകയില്ല. വചനം ഇതാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വചനം ഓർമ്മ വരുന്നുണ്ട്. ചേച്ചി, സഹോദരി, കാര്യം ചെയ്യേ, ഒരു പേപ്പർ എടുത്തിട്ട് ഈ വചനം എഴുതിയെടുക്ക്. എന്നിട്ട് ഇവൻ്റെ കട്ടിലിൻ്റെ അടിയിലും തലേൻ്റെ അടിയിലും ഒക്കെ ഇങ്ങനെ എഴുതി വെക്ക്. എന്നിട്ട് ഇവന് കിടന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ, കഞ്ഞി കൊടുക്കുമ്പോഴൊക്കെ സഹോദരി അവനോട് പറ, സങ്കീർത്തനം 118:17, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഇത് നടക്കുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഞാൻ റിയാദിലെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ദൈവമേ, ആ കട്ടിലെ കിടന്ന മനുഷ്യനല്ലേ ഈ ഇരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയുടെ പ്രശ്നമാണോ, ഞാൻ ആ കണ്ട മനുഷ്യനല്ലേ, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഒരു ചെറുപ്പക്കാരൻ അതുപോലെ ഒരാൾ ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു പുള്ളിയോട്, നീ വയ്യാതെ കിടന്ന? അപ്പോൾ പുള്ളി പറയാണ്, വയ്യാതെ കിടന്ന ആളാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാണ്, എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. കണ്ടോ,
അവന് വേണ്ടത് ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഇത് പറയാൻ പറ്റുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? മരിക്കുമെന്ന് ആശുപത്രി വിധി എഴുതിയവർ എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ഞാൻ വേണേൽ വന്ന് പിക്ക് ചെയ്തെടുത്ത് മുന്നോട്ട് വിളിച്ച് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആശുപത്രി മരിക്കുമെന്ന് ആശുപത്രി പറഞ്ഞവർ, മരുന്നില്ല എന്ന് പറഞ്ഞ് എത്രയോ പേരെ കർത്താവിൻ്റെ വചനം സുഖപ്പെടുത്തി. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള വചനം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതാ പറയുന്നത്, കർത്താവിൻ്റെ വചനത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം, ഇവയിലൊന്നും കാണാതിരിക്കില്ല. അടുത്ത വാക്യം. അപ്പോൾ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. എന്നെ ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിക്കാവോ? കർത്താവിൻ്റെ അധരം പറഞ്ഞു, ആത്മാവ് ഒരുമിച്ച് കൂട്ടി. അധരം കൽപ്പിച്ചു, ആത്മാവ് ഒരുമിച്ച് കൂട്ടി. അധരം കൽപ്പിച്ചതാണ് വചനം. ഈ വചനത്തെ ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? പറ. പരിശുദ്ധാത്മാവ്. അതായത് വചനത്തെ ഒരുമിച്ച് കൂട്ടിയത് ആരാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വചനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയത് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്കറിയുമോ, 1500 വർഷങ്ങളെടുത്തു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളുടെ രചന തീരാൻ. 1500 വർഷം. ഇത് എഴുതിയത് 3 ഭൂഖണ്ഡങ്ങളിലിരുന്നാണ്. 40 എഴുത്തുകാർ, 73 ഗ്രന്ഥങ്ങൾ. ഇതിനകത്ത് ഇടയന്മാരുണ്ട്, രാജാവുണ്ട്, മന്ത്രിയുണ്ട്, പ്രവാചകനുണ്ട്, മീൻപിടുത്തക്കാരനുണ്ട്, ഡോക്ടറുണ്ട്, ഒരുപാട് എഴുത്തുകാരുടെ കൂട്ടത്തിൽ. ഇവരിൽ പലരും പരസ്പരം കണ്ടിട്ടില്ല. 3 കോണ്ടിനെൻറ്റുകളിൽ ഇരുന്നാണ് ഇവർ ഈ വചനം എഴുതുന്നത് 1500 വർഷങ്ങളെടുത്ത്. അങ്ങനെ 73 വ്യത്യസ്ത ഗ്രന്ഥങ്ങളായി എഴുതപ്പെട്ട ഈ 73 പുസ്തകങ്ങൾ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കുത്തിക്കെട്ടി ഒരു ഗ്രന്ഥമായി. ഇതിൻ്റെ പശ്ചാത്തലങ്ങളോ ഇതിനെക്കുറിച്ച് മുന്നറിവുകളോ ഇല്ലാത്തൊരു അപരിചിതൻ്റെ, ഒരു വായനക്കാരൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്താൽ അയാൾ അത്ഭുതപ്പെടും. ഇത് 1500 വർഷം കൊണ്ട് 40 എഴുത്തുകാർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലാത്തവർ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് എഴുതിയ ഗ്രന്ഥമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ആ വായനക്കാരൻ വാ വിളിക്കും. കാരണം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായ യുക്തിഭദ്രത. ഹല്ലേലൂയ. കൃത്യമായ യുക്തിഭദ്രത. ഉൽപ്പത്തിയിൽ പറയുന്ന കാര്യത്തിന്, ഉൽപ്പത്തിയിലെ ചോദ്യത്തിന് വെളിപാടിൽ ഉത്തരം. കാരണം ഇതാണ്, ഇത് മനുഷ്യ എഴുത്തുകാർ എഴുതിയത് അല്ല. ആരാണ് എഴുതിയത്? ദൈവത്തിൻ്റെ ആത്മാവ്. അത് ലോഗോസ്, വചനം. കാറ്റിൻ്റെ പേര് റൂഹ. റൂഹ എന്നല്ല, റുവാഹ് പറഞ്ഞേ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് കാറ്റ്. അതാണ് ഈശോ പറയുന്നത്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറഞ്ഞാൽ വചനവും പരിശുദ്ധാത്മാവും ആന്തരികമായി കണക്റ്റഡാണ്. എവിടെ വചനമുണ്ടോ അവിടെ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. എവിടെ വചനമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വചനം എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടി വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ എറണാകുളത്ത് കൊച്ചാപ്പൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ എബ്രഹാം, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, കൊച്ചാപ്പൻ ഡോക്ടർ. അപ്പോൾ ഈ കൊച്ചാപ്പൻ ഡോക്ടറാണ്. എന്നാലും അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, അദ്ദേഹത്തിന് കൃഷി ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം ഈ അടയ്ക്കാമര കൃഷി അത് കൃഷി ചെയ്തു, അടയ്ക്കാമരം. അങ്ങനെ ഒത്തിരി ബാങ്ക് ലോണൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ വലിയ തോട്ടത്തിൽ ഏക്കർ കണക്കിന് അടയ്ക്കാമരം കൃഷി ചെയ്തു. പക്ഷെ വമ്പൻ നഷ്ടത്തിലായിപ്പോയി, സാധനമൊന്നും ഉണ്ടാകുന്നില്ല അതിനകത്ത്. അപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചു. അങ്ങനെ വിഷമം വന്നപ്പോൾ അദ്ദേഹം ഒരു ധ്യാനം കൂടാൻ പോയി. അങ്ങനെ ധ്യാനത്തിന് പോയ സമയത്ത് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് അച്ഛൻ പ്രസംഗിച്ചത് വേറൊന്നും ഇയാളെ സ്പർശിച്ചില്ല. ഒരു കാര്യം മാത്രം, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇതാണ് അദ്ദേഹത്തെ സ്പർശിച്ച ഏക വചനം. അദ്ദേഹം നേരെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ലോകം മുഴുവനും പോയി എല്ലാവരോടും സുവിശേഷം പറയണം. അപ്പോൾ ഈ ലോകം മുഴുവനോട് സുവിശേഷം പറയുന്നതിനകത്ത് ആ ലോകം മുഴുവനും അതിനകത്ത് എൻ്റെ അടയ്ക്കാമരവും പെടും. അതുകൊണ്ട് ആദ്യം അടയ്ക്കാമരത്തോട് സുവിശേഷം പറയാം. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, അദ്ദേഹത്തിൻ്റെ അടയ്ക്കാമരത്തോട്ടം, ഈ ഏക്കർ കണക്കിന് തോട്ടം മുഴുവൻ സ്പീക്കറുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് അദ്ദേഹം ദൈവവചനം പ്ലേ ചെയ്യാൻ തുടങ്ങി. കൊച്ചാപ്പൻ ഡോക്ടർ എന്ത് സംഭവിച്ചെന്നറിയാം, അടയ്ക്കാമരം മുഴുവൻ പൂത്തു കായ്ച്ചു, വമ്പൻ വിള. മലയാള മനോരമ സപ്ലിമെൻ്റ് ഇറക്കി കൊച്ചാപ്പൻ ഡോക്ടറിൻ്റെ അടയ്ക്കാമരത്തോട്ടത്തെക്കുറിച്ച്. കേരള ഗവൺമെൻറ് വിത്തിനമായിട്ട് പ്രഖ്യാപിച്ചു ഈ കൊച്ചാപ്പൻ ഡോക്ടറിൻ്റെ അടയ്ക്കാമരത്തിൽ അടയ്ക്ക വിത്തിനം എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഫസ്റ്റ് ക്വാളിറ്റി. ഞാൻ എറണാകുളത്ത് കാക്കനാട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കൊച്ചാപ്പൻ ഡോക്ടർ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഞാനിത് പുള്ളിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അതായത് ദൈവവചനം എവിടെ ഉണ്ടോ അവിടെ എന്തോ ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്.
അപ്പോൾ വചനം ഉച്ചരിക്കപ്പെടുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞ് നിങ്ങളോട് വായിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എപ്പോൾ നമ്മൾ വചനം എടുക്കാൻ പറഞ്ഞാലും അപ്പം നിങ്ങൾ എടുത്ത് ഉച്ചത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യം നിറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ സങ്കീർത്തനം 1 പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ആണോ? അപ്പോൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവവചനത്തിലുണ്ട്. എവിടെ ഒരു അടയാളം വെക്കാൻ പറഞ്ഞായിരുന്നു. 2 തിമോത്തി അല്ലേ, എടുക്ക്. 2 തിമോത്തി അധ്യായം 3 വാക്യം 15 വായിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞു. അതായത് നിന്റെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ആണ്. വിശുദ്ധ ലിഖിതങ്ങൾക്കകത്ത് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കിടപ്പുണ്ട്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ, രാവും പകലും നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഇനി എന്താണ് അതിൻ്റെ റിസൾട്ട്? അടുത്ത വാക്യം സങ്കീർത്തനം 1 വരിക. അപ്പോൾ രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അടുത്ത വാക്യം, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവർത്തികൾ സഫലമാകും. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് വാട്ട് എവർ ഹി ഡസ് പ്രോസ്പേഴ്സ് എന്നാണ്. അവൻ എന്ത് ചെയ്താലും അതിനകത്ത് അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ്. അവൻ എന്ത് ചെയ്താലും അവൻ അഭിവൃദ്ധി ഉണ്ടാവും. ആർക്ക്? ബൈബിള് വായിക്കുന്നവന്. രാവും പകലും അവനതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവനൊരു തൈ നട്ടാൽ അത് മരമാകും. അവനൊരു പെട്ടിക്കട തുടങ്ങിയാൽ അത് സൂപ്പർ മാർക്കറ്റാവും. അവൻ മാരുതി 800 വാങ്ങിച്ചാൽ അത് ബെൻസാവും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവൻ തൊടുന്നതിനകത്തെല്ലാം ഒരു ഐശ്വര്യം ഉണ്ടാവും. ആർക്ക്? രാവും പകലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ 2 കാര്യം ഞാൻ പറയാം. 1 വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്, 2 ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുന്നത്. ഒരു ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ 2 കാര്യങ്ങൾ ഇതാണ്. കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കര എളുപ്പമാണ്, കൂട്ടത്തിൽ ആരാധിക്കാൻ എളുപ്പമാണ്, കൺവെൻഷൻ കൂടെ എളുപ്പമാണ്, പ്രസംഗം കേൾക്കാനൊക്കെ എളുപ്പമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 കാര്യങ്ങളിൽ എനിക്കറിയാവുന്ന 2 പ്രയാസമുള്ള കാര്യം, 1 ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, 2 ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുക. കാരണം ഇത് സാധാരണ അറിയാം, ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആത്മാവും കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. അതാണ് വചനം വായിക്കുമ്പോൾ ഉള്ള ഒരു അനുഗ്രഹം. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി രോഗസൗഖ്യം കിട്ടും. വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗശാന്തി കിട്ടും. ബൈബിളിലൂടെ തന്നെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗശാന്തി കിട്ടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് രോഗസൗഖ്യം തരും. സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിച്ചോ. മത്തായി 8:16 ആദ്യം അത് വായിക്കും. മത്തായി 8:16 എടുത്ത് നിർത്തി ഉറക്കെ വായിക്കും. മത്തായി 8:16 സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും. അപ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കിയത് എങ്ങനെയാണ്? വചനം കൊണ്ട്. രോഗികളെ സുഖപ്പെടുത്തിയത് എങ്ങനെയാണ്? വചനം കൊണ്ട്. ഇനി സങ്കീർത്തനം 107:17 മുതൽ വായിക്കാം. സങ്കീർത്തനം 107:17 മുതൽ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. സങ്കീർത്തനം 107:17 വായിച്ചേ. സാംസ് 107:17. സങ്കീർത്തനം 107 വായിച്ചോ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണ
ഭക്ഷണത്തെയും വെറുത്തു. അവർ മരണകവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചേ? അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എങ്ങനെയാണ് സൗഖ്യം തന്നത്? അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത്രയും മതി. ഞാൻ നേരത്തെ പറഞ്ഞത് എസെക്കിയേൽ 21:10 അതൊന്നെടുത്തേ. എസെക്കിയേൽ 21:10. എസെക്കിയേൽ 21:10 വായിച്ചേ. വധത്തിനായി അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു, ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ? എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റ് തടിക്കഷണങ്ങളെപ്പോലെ കണ്ടോ? എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റ് തടിക്കഷണങ്ങളെപ്പോലെ നിങ്ങൾ നിന്ദിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് കർത്താവിനോട്, നമ്മളിന്ന് സന്ധ്യയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് കർത്താവിനോട് ശക്തമായിട്ട്, ദൈവമേ, ഇന്ന് വചനത്തിലൂടെ അവിടുന്ന് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. നിങ്ങൾ നല്ലപോലെ ആഗ്രഹിച്ചോ. കർത്താവ് ഇന്ന് ഒത്തിരി നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും. ഓരോ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴും ഒരുപാട് ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കും. നമുക്ക് ഈ നിമിഷം ഓരോരുത്തരും നന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണോ ഉള്ളത്, നിങ്ങളെ ഏത് വേദനയാണോ ഇപ്പോൾ അലട്ടുന്നത്, എന്തെങ്കിലും ഒരു മാരകമായ പ്രയാസം നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടോ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ ഇതിനെല്ലാം മറുപടിയുണ്ട്. കർത്താവ് രക്ഷിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയവനല്ല. കേൾക്കാൻ കഴിയാത്തതുപോലെ അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ലൂക്കാ 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന്, ജെറമ്യായിലൂടെ കർത്താവ് പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ബാലൻ്റെ പിതാവിനോട്, പിശാച് ബാധിതനായ ബാലൻ്റെ പിതാവിനോട് ഈശോ പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. നമുക്ക് ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെ വിലപ്പെട്ട ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമുണ്ട്. നിങ്ങളിത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും വായിക്കുകയും നമ്മളിത് ഗ്രഹിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? നിങ്ങൾ വായിക്കണ്ട, ഞാൻ ഒരു വാക്യം വായിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ വായിച്ചാൽ മതി. ഒരു വാക്യം ഇങ്ങനെ വായിക്കുക. അതായത്, മഴ പെയ്യുന്നുണ്ടോ? ഉണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? മഴയാണോ അവിടെ? ആണോ? ഇല്ലേ? ആണോ? പിന്നെ നിങ്ങൾ അകത്തോട്ട് കയറുന്നതാണോ? ഓക്കെ, ശരി. അപ്പോൾ ഞാനൊരു വാക്യം വായിക്കാം. എസെക്കിയേൽ 18:4 എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ മരിക്കും. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ മരിക്കും. ഒന്ന് മനസ്സിലാക്കി പോവാം. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ മരിക്കും. അപ്പോൾ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? അത് വായിക്കാം നമുക്ക്. യോഹന്നാൻ 10:10 യേശു ഈ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 10:10 വായിച്ചേ. കള്ളൻ വരുന്നത്. എല്ലാവരും എടുത്തില്ലേ? എല്ലാവരും എടുത്തിട്ട് ഉറക്കെ വായിച്ചേ. യോഹന്നാൻ 10:10 വായിക്കാമോ? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഒരു സെക്കൻഡ് നിർത്തിക്കേ. മോഷ്ടിക്കാനും, 3 കാര്യമാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. മോഷ്ടിക്കുന്നത് എന്താണ് സാത്താൻ വന്ന് മോഷ്ടിക്കുന്നത്? ഒറ്റ കാര്യം വെച്ച് പറഞ്ഞാൽ മതി. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനം. അവൻ മോഷ്ടിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ത്? സമാധാനം. ഒത്തിരി കാര്യമുണ്ട്, നമുക്ക് അതല്ലല്ലോ നമ്മുടെ വിഷയം. അടുത്തത് കൊല്ലാൻ. അവൻ കൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ?
അവൻ കൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബന്ധങ്ങൾ. അവൻ ബന്ധങ്ങളെ കൊല്ലും, നശിപ്പിക്കും. എന്ത് നശിപ്പിക്കും? എന്തെല്ലാം നശിപ്പിക്കും? പുണ്യം നശിപ്പിക്കും, അഭിമാനം നശിപ്പിക്കും, നന്മ നശിപ്പിക്കും, ഭവനം നശിപ്പിക്കും. എന്തെല്ലാം നശിപ്പിക്കാമോ അത് മുഴുവൻ, ആരോഗ്യം നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. അപ്പോൾ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ, പിശാച് വരുന്നത് അതിനാണ്. എന്നാൽ അടുത്ത വാക്യം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ രാത്രി ചിന്തിക്കാൻ പോകുന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പം നമുക്ക് ബൈബിളിലെ വ്യക്തതയില്ലാത്ത സങ്കല്പങ്ങളിൽ ഒന്നാണ് ജീവൻ. കാരണം നമ്മളധികം അതിനെക്കുറിച്ച് പരാമർശിക്കാറോ വായിക്കാറോ ഒന്നുമില്ല. എന്നാൽ ബൈബിളിലെ മുഴുവൻ നിക്ഷേപങ്ങളും കിടക്കുന്ന ഒരാശയമാണ് ജീവൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് യേശു ഉദ്ദേശിക്കുന്ന ഈ ജീവൻ? നമുക്ക് പലതരത്തിലുള്ള ജീവൻ ഈ ലോകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, നിങ്ങൾ കുക്കുംബറിൻ്റെ മലയാളം എന്താ? വെള്ളരിക്ക കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ വെള്ളരിക്കകത്ത് അത് ആ ചെടി നിൽക്കുന്ന സമയത്ത് ഈ കായ്ക്കകത്ത് ജീവനുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ അത് വളരുന്നേ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സസ്യ ജീവൻ. എന്താണത്? വെജിറ്റബിൾ ലൈഫാണത്. വെജിറ്റബിൾ ലൈഫ്, സസ്യജീവൻ. പലതരത്തിലുള്ള ജീവനുണ്ട്. ഞാനത് മനസ്സിലാക്കി തരാൻ പോകണം എന്താണ് ജീവൻ. അപ്പോൾ സസ്യജീവനുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ പശുവുണ്ട്. പശുവിന് ജീവനുണ്ടോ? ഉണ്ട്. പശുവിൻ്റെ ജീവനാണ് എന്ത് ജീവൻ? പശുജീവനല്ല, ജന്തുജീവൻ. എന്താണത്? അതാണ് ആനിമൽ ലൈഫ്, ജന്തു ജീവൻ. അതാണ് പശുവിൻ്റെ ജീവൻ. മനുഷ്യന് ജീവനുണ്ടോ? ഉണ്ട്. അതാണ് എന്ത്? മനുഷ്യ. ഇപ്പം ഇങ്ങനെ ഈ ലോകത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ജന്തുജീവനുണ്ട്, സസ്യജീവനുണ്ട്, മനുഷ്യജീവനുണ്ട്. ഈ ജീവനെക്കുറിച്ചൊന്നുമല്ല യേശു പരാമർശിക്കുന്നത്. എന്താണ് ആ ജീവൻ? ആ നിത്യജീവൻ. അതിൻ്റെ ഒരർത്ഥമാണ്. എന്താണ്? അപ്പം നമുക്ക് അതിനെ എൻ്റെ കർത്താവെ ഒന്ന് മനസ്സിലാക്കി തരണേ. എന്താണ് ഈ ജീവൻ? എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ വല്ലാതെ സുഖപ്പെടുത്തിയ ബൈബിളിലെ ഒരു ഭാഗമാണ്. ഞാൻ വളരെ വേദനയിലായിരുന്നൊരു കാലത്ത്. വളരെ വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അതിൻ്റെ പശ്ചാത്തലമോ പിന്നാമ്പുറങ്ങളോ ഒന്നും പറയാൻ സമയവുമില്ല, ആഗ്രഹവുമില്ല. അത്രയും വേദനാജനകമായൊരു സമയത്ത് ഞാൻ വളരെ വിഷമിച്ച് എൻ്റെ മുറിക്കകത്ത് ഭാരപ്പെട്ടിരുന്നൊരു സമയത്ത് എൻ്റെ കർത്താവെ എന്നോടൊന്ന് സംസാരിക്കാവോ? എനിക്കൊരു സമാധാനമില്ല എൻ്റെ കർത്താവെ, എനിക്ക് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്ന് ഞാൻ വളരെ വിഷമിച്ചിരുന്നൊരു സമയത്ത് അന്ന് ദൈവം എനിക്ക് തന്ന ഒരു ആശ്വാസം തന്ന ഒരു വചനമാണ്, വ്യക്തിപരമായൊരു ബന്ധമുള്ള വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിനകത്ത് നിന്ന് എന്നാ കിട്ടാനാന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വാക്യമാണ് അല്ലേ? ആദിയിൽ വായിച്ചോ. അതെന്നെ വ്യക്തിപരമായി ഒത്തിരി ആശ്വസിപ്പിച്ച ഒരു വാക്യങ്ങളാണത്. നമുക്ക് വായിക്കാം. അത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നിങ്ങൾ ഉറക്കെ വായിക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന്. ഈ വാക്യം എത്തിയപ്പോഴാണ് ഞാൻ സുഖപ്പെട്ടത്, എൻ്റെ സങ്കടം മാറിയത്. എനിക്കത് ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും വിഷമാണത്. കാരണം അതുപോലെ വേദനാജനകമായൊരവസ്ഥയിൽ ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ഈ വാക്യം എത്തിയപ്പോൾ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. സാംസന്റെ മേൽ ശക്തി വരുന്ന പോലാണ് ഒരു ശക്തി വന്ന് നിറഞ്ഞത് ഈ വാക്യം എത്തിയപ്പോൾ. ഏതാണെന്നറിയാം? അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഒരു ഡെഡ് എൻഡിൽ നമ്മൾ എത്തിയെന്ന് തോന്നുന്നൊരു നേരം, നമ്മൾ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നൊരു സമയം, നമ്മുടെ ജീവിതം അവസാനിച്ചു, ഈ ജീവിതത്തിൻ്റെ യവനിക താണു, നമ്മുടെ സൂര്യൻ അസ്തമിച്ചു, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുടെ എല്ലാ സാധ്യതകളും തകർന്നില്ലാതായി എന്ന് ഭാരപ്പെടുന്നൊരു സമയത്ത് ശക്തമായ ദൈവത്തിൻ്റെ ദൂതാണിത്. എന്താണത്? ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ, വെളിച്ചത്തെ തല്ലിക്കെടുത്താൻ ഇരുട്ടിന്
പറ്റത്തില്ല. എത്ര ശക്തമാണ് തിന്മ എന്ന് തോന്നിയാലും, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ശക്തി എത്ര ഭയാനകമാണെന്ന് തോന്നിയാലും, ഈ രാത്രിയെ ദൈവത്തിൻ്റെ പൈതൽ തിരിച്ചറിയണം, വെളിച്ചത്തെ തല്ലിക്കെടുത്താനുള്ള ശക്തി ഇരുട്ടിന് ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിന് ഒത്തിരി 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 ബലപ്പെടുത്തിയ വാക്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വാക്യത്തിൻ്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, യോഹന്നാൻ സുവിശേഷം എഴുതുകയാണ്. എഴുതുന്നത് ക്രിസ്തു മരിച്ച് ഏകദേശം 65 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഏകദേശം AD 90കളിലോ മറ്റോ ആണ് ഇത് എഴുതപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ മരണത്തിന് ശേഷം ഒരു 6 പതിറ്റാണ്ട് കഴിഞ്ഞ്, ഒരു 60 വർഷം കഴിഞ്ഞ്, 65 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം ഇതെഴുതുമ്പോൾ 65 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെക്കുറിച്ചുള്ള ജീവചരിത്ര കുറിപ്പാണിത്. 65 വർഷം, ശ്രദ്ധിക്കണേ, 65 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെക്കുറിച്ചുള്ള ഒരു ജീവചരിത്ര കുറിപ്പാണിത്. ജീവിച്ചിരുന്ന ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ എഴുത്തുകാരൻ പറയുകയാണ്, അവന് ജീവനുണ്ടായിരുന്നെന്ന്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, ജീവനുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാം. അവനിൽ, ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഇവിടുന്ന് ഞാൻ ഇന്ന് രാത്രി പുന്നമൂടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ബസ്സിനാണെന്ന് വിചാരിക്കാം. ബസ്സിന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് തലപ്പാവൊക്കെ കെട്ടിയ ഒരു സർദാർജി, ഒരു സിഖുകാരൻ ഇരിപ്പുണ്ട്. ഒരു വലിപ്പമുള്ള, ആകാര വലിപ്പമുള്ള ഒരാൾ, ഉന്നത ശീർഷൻ. ഇത് എൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ബസ്സിന് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം നന്നായിട്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് സ്ഥലമേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മ ഞാൻ ബസ്സിന് വന്നുകൊണ്ടിരിക്കുകയാണേ, എനിക്ക് പകുതി സീറ്റേ കിട്ടിയുള്ളൂ, 3/4 സീറ്റും സിഖുകാരൻ. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, സിഖുകാരനോ നമ്മുടെ നാട്ടിലോ? ആ സിഖുകാരൻ അമ്മേ ഇവിടെ ഇരിപ്പുണ്ട്. ആണോ, സിഖുകാരൻ എങ്ങനെ ഇരിക്കും? അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സിഖുകാരനെ അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, സിഖുകാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലപ്പാവൊക്കെ കെട്ടി, അങ്ങനെ അവൻ്റെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ടമ്മ, കത്തി അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവസാനം അമ്മയോട് പറയണം, അമ്മ അവന് ജീവനുണ്ടമ്മ. അത് കോമഡിയാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അവന് ജീവനുണ്ടെന്നേ, ജീവനുള്ള ഒരാളെ കുറിച്ച് ഞങ്ങൾ പറയുന്നേ. എന്നാൽ ഞാൻ അമ്മയോട് പറയണം, അമ്മ ഞാൻ വട്ടപ്പാറ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവന് ജീവനില്ലമ്മ, ഇവൻ ചത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന് ന്യൂസ് വാല്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് കൗതുകകരമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ഏട് ഭൂതകാലത്തിൽ നിന്ന് ചെകഞ്ഞെടുത്ത് എഴുതുമ്പോൾ എഴുത്തുകാരൻ പറയുകയാണ് നമ്മളോട്, അവനിൽ ജീവനുണ്ടായിരുന്നു. അപ്പോൾ വായനക്കാർ അവിടെ എത്തുമ്പോൾ തപ്പും, അവന് ജീവനുണ്ടായിരുന്നു, അതെന്തിനാ അങ്ങനെ എഴുതിയത് എന്ന് വായനക്കാരനൊരു സന്ദേഹവും ഒരു തപ്പിത്തടയിലും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് എഴുത്തുകാരൻ ആ സന്ദേഹത്തെ ദൂരീകരിക്കാൻ മറ്റൊരു വാചകം കൂടി എഴുതി ചേർത്തു, ആ ജീവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവനല്ല, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ എന്താണ് ജീവൻ? യേശു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ചോദ്യം, എന്താണ് ജീവൻ? നമുക്ക് ഈശോ തരും എന്ന് പറഞ്ഞ ആ ജീവൻ അതെന്താണ്? യോഹന്നാൻ നമുക്ക് ഒരാശയം പറഞ്ഞു തരികയാണ്. ആ ജീവന്റെ പ്രത്യേകത, ആ ജീവൻ എവിടെ ഉണ്ടോ അവിടെ എന്തോ ഉണ്ട്? വെളിച്ചമുണ്ട്. ആ ജീവൻ ഇരുട്ടിൽ പ്രകാശിക്കുന്ന ജീവനാണ്. ആ ജീവൻ ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഇതായത് ഇങ്ങനെ വിചാരിച്ചേ, 2 തരം വെട്ടം. ഇപ്പം രാത്രി വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡിൽ 2 തരം വെട്ടമുണ്ട്. ഒന്ന് വഴിവിളക്കിൻ്റെ വെട്ടം, 2 റിഫ്ലക്ടറിൻ്റെ വെട്ടം. റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഈ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു മഞ്ഞ സാധനം, റിഫ്ലക്ടർ, മയിൽക്കുറ്റിയിലൊക്കെ മനസ്സിലാവോ? യെസ്, നിങ്ങൾക്കറിയാം. ഞാൻ ഒരു പാവ അമ്മച്ചിക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്താണ് ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾ അപ്പോൾ റിഫ്ലക്ടർ എന്താണെന്ന് പിടികിട്ടി.
വഴിവിളക്കിൻ്റെ വെട്ടം, റിഫ്ലക്ടറിൻ്റെ വെട്ടം. എന്നു കേട്ടെ, നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്താലും വഴിവിളക്ക് കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്താൽ റിഫ്ലക്ടറും കെടും. രണ്ട് തരം വെട്ടമുണ്ട്. ഒന്ന്, വെളിയിൽ നിന്ന് വരുന്ന വെട്ടത്തിനനുസരിച്ച് അവിടുന്ന് വരുന്ന വെട്ടം. രണ്ട്, വെളിയിൽ നിന്ന് വരുന്ന വെട്ടത്തെ ആശ്രയിക്കാത്ത മറ്റൊരു വെട്ടം. വല്ല മനസ്സിലായി ഞാൻ പറഞ്ഞേ? അതായത് തെരുവ് വിളക്കിൻ്റെ വെട്ടം ഞാൻ എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്താൽ അത് കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ റിഫ്ലക്ടർ കത്തണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വെട്ടം അടിച്ചു കൊടുക്കണം. നമ്മളിൽ പ്രവർത്തിക്കുന്ന ജീവൻ പലപ്പോഴും ഈ റിഫ്ലക്ടറിൻ്റെ വെട്ടമാണ്. സിസ്റ്റർ ഇങ്ങോട്ട് ചിരിച്ചാൽ ഞാൻ അങ്ങോട്ട് ചിരിക്കും. എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയാൽ ഞാനും മര്യാദയ്ക്ക് പെരുമാറും. എന്നെ ചീത്ത വിളിച്ചാൽ ഞാനും ചിലപ്പോൾ ചീത്ത വിളിക്കും. ഇങ്ങോട്ട് വെട്ടം വന്നാൽ അങ്ങോട്ട് വെട്ടം തരുന്ന ഒരു ജീവനാണ് ഇപ്പം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ജീവൻ ഇങ്ങോട്ട് തുപ്പിയാലും ഇങ്ങോട്ട് കുന്തം കൊണ്ട് കുത്തിയാലും ഇങ്ങോട്ട് കരണത്തടിച്ചാലും പിന്നെയും പ്രഭാപൂരം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന വെട്ടം, ജീവൻ. നിങ്ങൾക്ക് പിടിയിട്ടുന്നുണ്ടോ എന്താ ജീവൻ? ജീവൻ എന്ന് പറഞ്ഞ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം കത്തുന്നത് വെളിയിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ ആശ്രയിച്ചല്ല, മറിച്ച് അകത്തൂന്ന്. അതായത് എങ്ങനെ നമ്മളോട് മറ്റുള്ളവർ പെരുമാറിയാലും നമ്മുടെ വെളിച്ചം കടത്തില്ല. അയൽവക്കക്കാരൻ ചീത്ത വിളിച്ചാലും നമ്മൾ അവനെ കാണുമ്പോൾ ചിരിക്കും. കാരണം ഈ വെട്ടം ആശ്രയിക്കുന്നത് വെളിയിൽ നിന്ന് വരുന്ന ഒരു വെട്ടത്തെ അല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വെളിയിൽ നിന്ന് ഒരാൾ ചീത്ത വിളിച്ചാൽ ഈ വെട്ടം കിടത്തില്ലെന്ന്. ഒരാൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ ഈ വെട്ടം കിടത്തില്ലെന്ന്. നിങ്ങളെ ഒരാൾ തല്ലിയാലും ഈ വെട്ടം കിടത്തില്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ആ വെളിച്ചം, ജീവൻ. ഞാൻ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി എന്താണ് ആ ജീവൻ, എന്താണ് ആ ജീവൻ, അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2-3 ഉദാഹരണങ്ങൾ വേഗം പറയാം. ക്രിസ്തു ഉദ്ദേശിക്കുന്ന ജീവൻ എന്താണ്? ആ ജീവൻ തരാനാണ് യേശു വന്നത്. ഇങ്ങനെ വിചാരിച്ചേ, നമ്മുടെ ഈ ആകാശപ്പറവകൾ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്, ഒരു ആതൊരു ശുശ്രൂഷ. വഴി കിടക്കുന്ന പാവപ്പെട്ടവരെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്ന നമ്മുടെ കുറ്റിക്കലച്ചൻ എന്ന് പറഞ്ഞ ഒരു പ്രിയ വൈദികൻ തുടങ്ങിയ ശുശ്രൂഷയാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോഴും ആ ശുശ്രൂഷയുണ്ട്, ആകാശപ്പറവകൾ. ഈ ആകാശപ്പറവകളുടെ സ്ഥാപകനായ കുറ്റിക്കലച്ചൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വേഷം കണ്ട് കൺമുമ്പിൽ ഇരിക്കുന്നത് ഒരു പുരോഹിതനാണെന്ന് മനസ്സിലായ ഒരു സ്ത്രീ അച്ഛനെ ആദ്യന്തം യാത്രാരംഭം മുതൽ മുന്നോട്ട് ഒരുപാട് സ്റ്റേഷൻ കഴിയുന്നത് വരെയും നല്ല ശുദ്ധമായ പുലഭ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. മുമ്പിലിരിക്കുന്ന ഒരു പുരോഹിതൻ. അപ്പോൾ അച്ഛനെ അല്ല പറയുന്നത് അച്ഛന്മാരെ കുറിച്ചും കന്യാസ്ത്രീകളെ കുറിച്ചുമാണ്. അങ്ങനെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കുറ്റം എന്ന് പറഞ്ഞാൽ നല്ല ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇത് കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട്. അച്ഛനെ ഇങ്ങനെ, ഈ സ്ത്രീ ഇങ്ങനെ അച്ഛൻ കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും തെറ്റിയാത്ത ഒരാൾ വേറെ ആരോ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അല്ല, അങ്ങനെ തെറ്റ് ചെയ്തു ചിന്തിക്കുന്നതിൻ്റെ പേരിൽ ഇവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു സാധാരണ ഒരു ലോക്കൽ ട്രെയിനിൻ്റെ, നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന ഒരു ട്രെയിനിൻ്റെ ആ 2 സീറ്റുകൾക്കിടയിലുള്ള അകലം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കഷ്ടിച്ചൊരു പെട്ടിയൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസേ ഉള്ളൂ ഇതിനിടയിൽ. ഈ പാവ അച്ഛൻ, ഈ വൃദ്ധ വൈദികൻ, ഈ വയോധികൻ ആ ഓപ്പൺ സ്പേസിൽ മുട്ടുകുത്തി. എന്നിട്ട് ഈ സ്ത്രീയുടെ കാലയിൽ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു, കരഞ്ഞു. എന്നിട്ട് കാലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛന്മാരുടെ ഭാഗത്തു നിന്നോ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന്. അറിവില്ലാതെ പറ്റിയതായിരിക്കും, ക്ഷമിക്കണേ. അറിഞ്ഞുകൂടാ എന്താന്ന്, ക്ഷമിക്കണേന്ന് പറഞ്ഞു. അച്ഛന്മാരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കരഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേ, ആ കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പം എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. ഇതിൻ്റെ പേരാണ് യേശുവിൻ്റെ ജീവൻ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് ജഡത്തിന്ന് വരുന്നൊരു ജീവനല്ല. ഇത് മനുഷ്യൻ്റെ സ്വാഭാവികതയെന്ന് വരില്ല. കാരണം ഇങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോൾ 50 തെറി അങ്ങോട്ട് പറയാനുള്ളൊരു സാധനമാണ് ജഡത്തിന്ന് തന്നെ കയറി ചൊറിഞ്ഞ് കയറുന്നു എന്നൊക്കെ പറയത്തില്ലേ നാടൻ ഭാഷയിൽ. ചൊറിഞ്ഞ് വരുന്നുണ്ട്. നിൻ്റെ ആ ചൊറിഞ്ഞ് വരുന്നത് എവിടുന്നാ? ഈ ജഡത്തിന്നാ.
ഈ ജഡത്തിൻ്റെ സ്വാഭാവിക വാസന എന്ന് പറഞ്ഞാൽ തെറിക്കുത്തരം മുറിപ്പത്തൽ. ഒരു തെറി പറഞ്ഞാൽ 9 തെറി. മലയാളത്തിലാണെങ്കിൽ ആ മുതൽ ഇക്ഷ വരെ എല്ലാ അക്ഷരം വെച്ചും ചീത്തയുണ്ട്. ഇംഗ്ലീഷിൽ 2-3 തെറിയേ ഉള്ളൂ. അപ്പോൾ മലയാളികൾക്ക് നല്ല സൗകര്യമാണ്, ഇഷ്ടം പോലെ തെറി വിളിക്കാം. അപ്പോൾ ഒരു തെറി വിളിച്ചാൽ 9 തെറി അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, അതാണ് ജഡത്തിലെ ജീവൻ. എന്നാൽ യേശു തരുന്ന ജീവന്റെ പ്രത്യേകത, ആ ജീവൻ ഒരു വെളിച്ചം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വെളിച്ചം ഉണ്ടാക്കുന്ന ജീവൻ. നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഉദാഹരണം പറയാം. അതായത് ഒരു 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 ഗ്രാമീണ ഇടവകയിൽ കവലയിലായിട്ടൊരു കുരിശുപള്ളി, ഒരു കുരിശടി. ആ കുരിശടിയിൽ വികാരിയച്ഛന് പല നാളുകളായി ആളുകളുടെ കംപ്ലൈൻറ്റ് കിട്ടുകയാണ്. ആ കുരിശടിയിൽ സാമൂഹ്യ വിരുദ്ധർ രാത്രിയിൽ അസമയത്ത് ഒരുമിച്ച് കൂടി കള്ളു കുടിക്കുകയും അങ്ങനെ തോന്നിയാസം കാണിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് വികാരിയച്ഛന് പലപ്പോഴും പരാതി കിട്ടി. പക്ഷെ അച്ഛൻ നോക്കുമ്പോഴൊന്നും ആരെയും കാണുന്നില്ല. അച്ഛൻ രാത്രി വന്ന് നോക്കുമ്പോഴൊന്നും ആരെയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ മദ്യപന്മാർ ഒരുമിച്ച് കൂടി ഈ കുരിശടിയുടെ ആ മുമ്പിലുള്ള സ്ഥലത്തിരുന്ന് അതിൻ്റെ ചുറ്റിനും ഇരുന്ന് കള്ളു കുടിച്ച് അവിടെ മലമൂത്ര വിസർജനവും നടത്തിയിട്ട് പോയി ഈ കുരിശടിയുടെ ആ തറയിൽ. അപ്പോൾ വികാരിയച്ഛൻ വിവരമറിഞ്ഞു. ജംഗ്ഷനിലാണത്. ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം വന്നു, ഇടവക്കാരെല്ലാം വന്നു, പള്ളി മണിയടിച്ചു, ജനം കൂടി, എല്ലാവരും വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ഒരു നടപടി ഇതിനകത്ത് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ അച്ചോ, ഇനി ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഞാൻ അത് തീരുമാനിച്ച ഞാൻ വന്നേന്ന് പറഞ്ഞു. ഒരു നടപടി ഉണ്ടാക്കിയേ പറ്റൂ. എന്തെല്ലാം നടപടി ചെയ്യാം? ഒരു റാലി നടത്താം, പിന്നെ നിശ്ചയമായിട്ടും കേസ് കൊടുക്കാം, പിന്നെ ഇത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്നവരുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താം, പല കാര്യങ്ങൾ ചെയ്യാം. ഒരു നടപടി ഉണ്ടായേ പറ്റൂ. അച്ഛൻ പറഞ്ഞു, നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ എതിർത്താലും ഒരു നടപടി ഇപ്പോൾ ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞു. ബക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ബക്കറ്റോ? ബക്കറ്റ് പിരിവിന് വല്ലതും ആണോ എന്ന് വിചാരിച്ച് ബക്കറ്റ് കൊണ്ട് കൊടുത്തു. ചൂല് കിട്ടുമോ? ചൂല് കൊണ്ട് തല്ലാനാണ് എന്ന് വിചാരിച്ചു. പണ്ട് ഞങ്ങൾ തണ്ണിത്തോട്ടിലിരുന്ന സമയത്ത് ഈ കള്ള് ഷാപ്പ് വിളിക്കാൻ പോയിട്ടുണ്ട് പണ്ട്. അത് ചൂലും കൊണ്ടാണ് ചേച്ചിമാരിൽ നിന്ന് ഈ കുടിയന്മാരെ തല്ലാൻ. അങ്ങനെ ചൂല് സമരമൊക്കെ ഉണ്ട്. അപ്പോൾ ചൂലും കൊണ്ട് വല്ല പ്രയോഗമായിരിക്കും എന്ന് വിചാരിച്ച് 2-3 ചൂലും സംഘടിപ്പിച്ച് കൊടുത്തു. വെള്ളം കിട്ടുമെന്ന് വെച്ചു. വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. വെള്ളം കോരി ചപ്പാനായിരിക്കും എന്ന് വിചാരിച്ച് ഇത് ചെയ്തവനെ. അപ്പോൾ വികാരിച്ചൻ 2 ബക്കറ്റുമായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി. ബക്കറ്റ് നിറച്ച് വെള്ളവും കൊണ്ടുവന്ന് കുറച്ച് ലോഷനൊക്കെ വാങ്ങിച്ചു, ഡെറ്റോളൊക്കെ വാങ്ങിച്ച് നേരെ വന്ന് ഇത് മുഴുവൻ അടിച്ച് തൂത്ത് കഴുകി വെള്ളം ഒഴിച്ച് ഡെറ്റോൾ ഒഴിച്ചിട്ട് പറഞ്ഞു, ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരാണ് വ്യത്യസ്തമായ ഒരു ആ വാക്കെനിക്ക് വേണം, ജീവൻ. ഇത് വേറെ ജീവനാണ്. നമുക്ക് ചിന്തിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഡാനിയേലിനോ കേൾക്കുന്ന നിങ്ങൾക്കോ ജീവിതത്തിലെ 99% സമയത്ത് ഈ ജീവൻ വരുമോ? വരത്തില്ല. ഇത് വേറൊരു ജീവനാണ്. ഈശോ പറയാണ്, ഞാൻ വന്നത് കപ്പയും മീനും പിന്നെ തേങ്ങയും മാങ്ങയും തരാനല്ല, നിന്റെ മോളെ കാനഡയിൽ എത്തിക്കാനല്ല ഞാൻ വന്നത്, നിനക്ക് അയർലൻഡിലേക്കുള്ള വിസ തരാനല്ല. വിസയൊക്കെ കിട്ടും, അതിപ്പോൾ ക്രിസ്ത്യാനി ആണേലും കിട്ടും, അല്ലേലും കിട്ടും. നീ ഭക്തനാണേലും അല്ലേലും വിസ തടസ്സമൊക്കെ മാറും. അതിന് ഭക്തനാവണമെന്നൊരു നിർബന്ധമില്ല. മനസ്സിലായല്ലോ? ഇനി ക്രിസ്ത്യാനി ആവണമെന്ന് നിർബന്ധമില്ല, അല്ലേ? നിങ്ങൾ ഭക്തരായ മാത്രമേ നിങ്ങളുടെ കുടുംബം, തീവ്രവാദികളുടെ മക്കൾ പോലും കാനഡ വിസ കിട്ടിപ്പോകുന്നുണ്ട്. കാര്യമൊന്നുമില്ല. കർത്താവ് പറയുന്നത്, ഞാൻ വന്ന അതിനല്ലെന്ന്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായി വരുന്നുണ്ടോ എന്താ ജീവൻ എന്ന്? അതായത് വേറൊരു നിലവാരത്തിലുള്ള ജീവിതം. എന്താണ് ജീവൻ? ആ ജീവൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയാൻ പോവാണ്. ജീവൻ്റെ നിർവചനം, ക്രിസ്തുവിൻ്റെ നിലവാരമുള്ള ജീവിതത്തിൻ്റെ പേരാണ് ജീവൻ. ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിലെ ജീവിതം, അതിൻ്റെ പേരാണ് ഈശോ പറയാണ്, അത് തരാനാണ് ഞാൻ വന്നത്. 2006 ഒക്ടോബർ 2 അമേരിക്കയെ മാത്രമല്ല, ലോക മനസാക്ഷിയെ മുഴുവൻ വലിയ നടുക്കത്തിലും വേദനയിലും ആഴ്ത്തിയ ഒരു വേദനാജനകമായ സംഭവം ഉണ്ടായി. 2006 ഒക്ടോബർ 2 രാവിലെ 10:20 അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ആമിഷ്
കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആമിഷ്, AMISH. ആമിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളാണ്, ഒരു പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗം. അവരുടെ പ്രത്യേകത, ആമിഷ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലെ മാർക്കറ്റുകളിൽ വലിയ ഡിമാൻഡാണ്. കാരണം അത്രയും മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അവർ കുട്ടികളെ അവരുടെ സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കത്തുള്ളൂ. ഏക അധ്യാപക വിദ്യാലയമാണ്, 1 ടീച്ചർ സ്കൂളാണ്. അപ്പോൾ ഒരു ടീച്ചർ കാണും, ആ കുട്ടികളെ 8ാം ക്ലാസ് വരെ അവർ പഠിപ്പിക്കത്തുള്ളൂ സ്കൂളിൽ. 15ാമത്തെ വയസ്സ് മുതൽ കുട്ടികൾ മാതാപിതാക്കന്മാരോടുകൂടെ വീട്ടുജോലിയിലും മറ്റു കാര്യങ്ങളിലും കൃഷിയിലും എല്ലാം സഹായിക്കും. ഇവർ കുതിരവണ്ടികളിലാണ് യാത്ര ചെയ്യുന്നത്, മറ്റേ കാറുകളോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവർ ദൂരയാത്ര പോകാറില്ല. മൊബൈൽ ഫോണോ മറ്റു സൗകര്യങ്ങളോ ഉപയോഗിക്കാറില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വൈദ്യുതിയും ഇല്ല. ഇത് അമേരിക്കയിലെ ഒരു ഗ്രൂപ്പിൻ്റെ ആളിനെ കുറിച്ച്, ഒരു കൂട്ടം ആളുകൾ, ആമിഷ് കമ്മ്യൂണിറ്റി. അപ്പം ഇങ്ങനെയുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതെ പരമ്പരാഗത രീതി ജീവിക്കുന്ന കറകളഞ്ഞ വിശ്വാസികളായ ഒരു കൂട്ടം ആളാണ് ആമിഷ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ. 2006 ഒക്ടോബർ 2 ആമിഷ് കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു ഏകാധ്യാപക വിദ്യാലയത്തിലേക്ക് ചാൾസ് കാൾ റോബർട്ട് എന്ന് പറയുന്ന ഒരു ട്രക്ക് ഡ്രൈവർ തൻ്റെ വണ്ടി ഓടിച്ച് കയറ്റി. 15 ആൺകുട്ടികളും 11 പെൺകുട്ടികളും ഉണ്ടായിരുന്ന ഈ ക്ലാസ്സിലേക്ക് ഓടിക്കയറി ആൺകുട്ടികളെ മുഴുവൻ അയാൾ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് ഇറക്കി വിട്ടു. പെൺകുട്ടികളുടെ കയ്യും കാലും കെട്ടി 10 കുട്ടികളെ ബ്ലാക്ക് ബോർഡിന് നേരെ തിരിച്ചു നിർത്തിയിട്ട് ഈ മനുഷ്യൻ നിർദാക്ഷിണ്യം അവരുടെ നേരെ നിറയുതിർത്തു. ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇതിലെ 6 കുഞ്ഞുങ്ങൾ മരിച്ചു, ബാക്കി കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്തു. ആമിഷ് കമ്മ്യൂണിറ്റിയിലെ നിരപരാധികളായ, അതായത് ലോകത്തോട് ഒരു കളങ്കവും ചെയ്തിട്ടില്ലാത്തൊരു സമൂഹം. ഞാൻ പറഞ്ഞല്ലോ, അവർ പ്രത്യേക രീതിയിൽ അവർ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ലോകത്താരോടും ഒരു ദ്രോഹവും ഒരു ദോഷവും ചെയ്യാത്ത ഈ ആമിഷ് കമ്മ്യൂണിറ്റിയിലെ നിരപരാധികളായ 5-6 പിഞ്ചു കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം വകവരുത്തി ഈ മനുഷ്യൻ അവരെ കൊന്നൊടുക്കിയതിന് അയാൾക്ക് പറയാനുണ്ടായിരുന്ന കാരണം, 20 വർഷങ്ങൾക്ക് മുമ്പ് 1997 മറ്റോ ഈ മനുഷ്യന്, അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ അത് ഏതാണ്ട് 19 മണിക്കൂർ കഴിഞ്ഞ് ഈ കുഞ്ഞ് മരിച്ചുപോയി. അത് ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ മൂലമാണ് കുഞ്ഞ് മരിച്ചത് എന്ന ഒരു പക അയാളുടെ ഉള്ളിൽ കിടന്ന് അയാൾക്ക് പെൺകുഞ്ഞുങ്ങളോട് കലിയാണ്. 10 കുഞ്ഞുങ്ങളെ നിർത്തി വെടിവെച്ചു, 6 കുഞ്ഞുങ്ങൾ മരിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, സ്വയം നിറയുതിർത്ത് മരിച്ചു. അന്ന് വൈകുന്നേരം ചാൾസ് കാൾ റോബർട്ടിൻ്റെ ശവസംസ്കാരത്തിന്, ഇയാൾക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ആമിഷ് കമ്മ്യൂണിറ്റി ജീവിക്കുന്നതിൻ്റെ തൊട്ടടുത്ത നെയ്ബർഹുഡിലാണ് ഇവർ താമസിക്കുന്നത്. 30 ആമിഷ് കമ്മ്യൂണിറ്റിയിലെ വയോധികരായ മനുഷ്യർ, കുടുംബനാഥന്മാർ, അപ്പന്മാർ, അമ്മമാർ, 30 പേര് ചാൾസ് റോബർട്ടിൻ്റെ വീട്ടിലേക്ക് എത്തി. അവരുടെ കയ്യിൽ റീത്ത്, പുഷ്പങ്ങൾ. അവർ ചെന്നു ഈ ചാൾസ് റോബർട്ടിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. എന്നിട്ട് ഈ മനുഷ്യർ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിയ റോബർട്ട്, ഈ മരിയ റോബർട്ടിനെ അടുത്ത് വിളിച്ചു. 3 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. മകൻ ചെയ്ത ക്രൂരകൃത്യം പാതകമോർത്ത് വിങ്ങിക്കരയുന്ന ചാൾസ് റോബർട്ടിൻ്റെ അപ്പനെയും അമ്മയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് ആമിഷ് കമ്മ്യൂണിറ്റി ഇങ്ങനെ പറഞ്ഞു, ഇന്നു മുതൽ ചാൾസ് റോബർട്ടിൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണ ചുമതല ആമിഷ് കമ്മ്യൂണിറ്റി ഏറ്റെടുക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളുടെ 6 കുഞ്ഞുങ്ങളുടെ ചോരയുടെ മണം അന്തരീക്ഷത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പ്, മണ്ണിൽ നിന്ന് ചോരക്കറ മാഞ്ഞു തുടങ്ങും മുമ്പ്, ഈ ഘാതകൻ്റെ ശവകുടീരത്തിൽ ശവസംസ്കാരത്തിന് എത്തിയിട്ട് ആ കുഞ്ഞുങ്ങളെ ഈ കമ്മ്യൂണിറ്റി ദത്തെടുത്തു. അമേരിക്കയിലെ പ്രശസ്തരായ 10 മീഡിയയുടെ ക്യാമറ കണ്ണുകൾ മിന്നി. തങ്ങൾക്ക് നേരെ ക്യാമറ നീട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്ന പത്രപ്രവർത്തകരുടെ അടുത്ത് നിന്ന് അവർ തെന്നി മാറി, അവർ പുറംതിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഫോട്ടോ എടുക്കില്ല. പറയാവും ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? നിങ്ങളുടെ 6 കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത, ചാൾസ് റോബർട്ടിനോട് ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ 6 കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം വകവരുത്തിയ, നിറയുതിർത്ത് കൊലപ്പെടുത്തി ഈ മനുഷ്യൻ്റെ കുടുംബത്തെ ദത്തെടുത്ത് അവരോട് സ്നേഹം കാണിക്കാൻ, കരുണയും സ്നേഹവും ക്ഷമയും ആർദ്രതയും പ്രകടിപ്പിക്കാൻ നിങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ, അത് വന്നി വയോധികനായൊരു മനുഷ്യൻ തൻ്റെ തോൾസഞ്ചിയിൽ നിന്ന് കറുത്ത പുറഞ്ചട്ടയുള്ള ഒരു ബൈബിൾ എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ബൈബിൾ വായിക്കുന്നവരാണ്, ഞങ്ങൾ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, ഇങ്ങനെയല്ലാതെ പെരുമാറാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഇതിൻ്റെ പേരാണ് ജീവൻ. ഇതിൻ്റെ പേരാണ് ജീവൻ.
ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും. ഈ ജീവൻ നമ്മളിൽ ഉണ്ടാവാനാണ് യേശു വന്നത്. മറ്റേ ജീവൻ ലോകത്ത് ഏത് മനുഷ്യനും ഉണ്ട്. മനസ്സിലായോ? സ്നേഹം കാണിക്കുന്നവരോട് സ്നേഹം കാണിക്കുന്ന മനുഷ്യനെ കണ്ടാൽ, ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ചായക്കടയിൽ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു, ഭക്ഷണത്തിന് പണമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പണം തരാതെ ഭക്ഷണം കഴിക്കാം. നോക്ക്, കരുണ കാണിക്കുന്ന മനുഷ്യർ. അവർ ക്രിസ്ത്യാനിയല്ല ഈ ചായക്കടക്കാരൻ. പക്ഷേ ഞാനീ പറയുന്ന ജീവൻ പുറത്തു വരണമെങ്കിൽ ഈശോ പറയുകയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂസി വെർത്രൂസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ലൂസി വെർത്രൂസ്, സെർബിയൻ പട്ടാളക്കാരാൽ മാനഭംഗപ്പെടുത്തപ്പെട്ട ഒരു സിസ്റ്ററാണ്. റേപ്പ് ചെയ്യപ്പെട്ട ഒരു കന്യാസ്ത്രീ, ചെറുപ്പക്കാരിയാണ്. സെർബിയൻ പട്ടാളം ഈ സഹോദരിയെ ഉപദ്രവിച്ച് അവർ ഗർഭിണിയായി, സിസ്റ്റർ ഗർഭിണിയായി. ഈ ലൂസി വെർത്രൂസ് തൻ്റെ മദർ സുപ്പീരിയറിന് എഴുതിയൊരു കത്ത് ഒരു ഇറ്റാലിയൻ പത്രം പ്രസിദ്ധീകരിച്ചു. ആ കത്ത് ഇങ്ങനെയാണ്: തികച്ചും വേദനാജനകവും അപ്രതീക്ഷിതവും സങ്കടനിർഭരവുമായ, പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മദറെ ഞാൻ കടക്കുന്നില്ല. എന്നെ ഒരു രക്തസാക്ഷിയാക്കണമേ എന്ന് വ്രതവാഗ്ദാനത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ എൻ്റെ ആത്മമണവാളനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. രക്തസാക്ഷിയാക്കണമേ എന്ന് എൻ്റെ പ്രാർത്ഥന നിറവേറുന്നത് ഈ വിധമാണെന്ന് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ 2 ആങ്ങളമാരും ഇതേ സെർബിയൻ പട്ടാളക്കാരാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന് ആ വേദനിപ്പിക്കുന്ന വാർത്തയെ അറിഞ്ഞുറങ്ങാൻ പറ്റാതെ ഞാൻ ഏങ്ങിക്കരഞ്ഞ് കുനിഞ്ഞുകൂടിയിരുന്നൊരു രാത്രിയിലാണ് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടത്. എൻ്റെ 2 ആങ്ങളമാരും ഇതേ പട്ടാളക്കാരാൽ കൊല്ലപ്പെട്ടു എന്ന വേദനാജനകമായ വാർത്ത ദഹിക്കാതെ വിങ്ങിക്കരഞ്ഞ് കൂനിക്കൂടിയിരുന്നൊരു രാത്രിയിലാണ് ഞാൻ മാനഭംഗപ്പെടുത്തപ്പെട്ടത്. ഭയാനകമായ ഈ ദുരന്തം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതിലെ ഒരു ചോദ്യം, എൻ്റെ അനുവാദമില്ലാതെ അതിക്രമിച്ച് എൻ്റെ ഉദരത്തിലേക്ക് കയറ്റിവിട്ട ഈ ജീവൻ്റെ തുടിപ്പിനെ, ഈ ജീവൻ്റെ നാമ്പിനെ, ഈ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യും? എന്നിട്ട് ആ സിസ്റ്റർ എഴുതുകയാണ്, അമ്മേ, ഈ കുഞ്ഞുമായി ഞാൻ മഠത്തിന് വെളിയിലേക്ക് പോകും. എൻ്റെ സമർപ്പണ ജീവിതം മറ്റൊരു വിധത്തിൽ ഞാൻ പൂർത്തിയാക്കും. വിദ്വേഷത്തിൽ കുരുത്ത എൻ്റെ കുഞ്ഞിനെ സ്നേഹം മാത്രം പഠിപ്പിച്ച് ഞാൻ വളർത്തും. മാപ്പ് കൊടുക്കുന്നതാണ് നാം വിശ്വസിക്കുന്ന മതത്തിൻ്റെ മാഹാത്മ്യമെന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ സ്നേഹം മാത്രം പഠിപ്പിച്ച് എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഈ കന്യാസ്ത്രീ എഴുതുന്ന വാക്കുകളും വരികൾക്കുമിടയിൽ തെളിഞ്ഞു വരുന്ന ആ ഭാവത്തിൻ്റെ പേരാണ് ജീവൻ. ഞാൻ വന്നത് ജീവൻ ഉണ്ടാവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാവാനും. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇപ്പോൾ മനസ്സിലായി എന്താ ജീവൻ. ഇനിയിപ്പോൾ ആ ഉദാഹരണങ്ങൾ ആവശ്യമില്ല. എന്താ ജീവൻ എന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ലോകം പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നിലവാരമുള്ള ഒരു പ്രതികരണത്തിന് നമ്മളെ സഹായിക്കുന്ന ജീവൻ. ഇത് ജഡത്തിൽ നിന്ന് വരില്ല. ജഡത്തിൽ നിന്ന് വരുന്നത് അരിശം, കോപം, ദേഷ്യം, പിണക്കം, വൈരാഗ്യം, വെറുപ്പ്, കേസ്, വഴക്ക്, ലഹള, ഇതൊക്കെയാണ് ജഡത്തിൽ നിന്ന് വരുന്നത്. ഈശോ പറയാണ്, അതിനല്ല ഞാൻ വന്നത്, അതിനല്ല ഞാൻ എൻ്റെ ജീവൻ തന്നത്, അതിനല്ല. ഭേദപ്പെട്ടൊരു ജീവൻ ഉണ്ടാവാൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മടുക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന്, എന്താണ് ഈ ജീവൻ എന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിന് ഞാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അറിയാം നിങ്ങൾക്ക്, അതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്, ഈ ക്രിസ്തീയ ജീവിത യാത്രയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ആ 3 ഘട്ടങ്ങളെ നമുക്ക് ഇങ്ങനെ വിളിക്കാം: 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 മഹത്വീകരണം. എന്ന് പറയാവോ? നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. നീതീകരിക്കപ്പെടുന്നത്, ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്?
റോമർ 5:1 വായിക്കണ്ട. റോമർ 5:1, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. അപ്പൊ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിലുള്ള. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം ആദ്യമായി പ്രഖ്യാപിച്ച് നീതീകരിക്കപ്പെട്ടത് എന്നാണ്. പറയൂ. അത് പറയാൻ ഒരു ധൈര്യമില്ലല്ലോ. മാമോദീസായിൽ നമ്മൾ നമ്മുടെ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് വേണ്ടി തിരുസഭ ഏറ്റുപറഞ്ഞ് നമ്മൾ നീതീകരിക്കപ്പെട്ടത് മാമോദീസായിലാണ്. ഇനി എന്നെ ശ്രദ്ധിക്കാവോ പ്ലീസ്? നോക്കിക്കോണേ. അപ്പൊ ഈ യാത്ര തുടങ്ങി, നീതീകരിക്കപ്പെട്ടു. ഇനി നീതീകരിക്കപ്പെട്ടൊരാത്മാവ്, നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, നീതീകരിക്കപ്പെട്ടത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ബൈബിൾ പ്രകാരം, നമുക്ക് മലങ്കരക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്, ഹൂസോയോ പാപപരിഹാര പ്രാർത്ഥനയിൽ പറയും, ഞങ്ങളുടെ ദേഹവും ശരീരവും ദേഹിയും ആത്മാവും. ശരീരം, ദേഹം, ദേഹി എന്ന് പറഞ്ഞ്, ദേഹം, ദേഹി, ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം, മനസ്സ്, ആത്മാവ്. അപ്പോൾ ബൈബിൾ പ്രകാരം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ആത്മാവും ചേർന്നതാണ് മനുഷ്യൻ. ശ്രദ്ധിച്ചിരിക്കുക, ശരീരവും മനസ്സും ആത്മാവും ചേർന്നതാണ് മനുഷ്യൻ. നീതീകരണം സംഭവിച്ചത്, നിങ്ങൾ മാമോദീസയ്ക്ക് ഒരു കുഞ്ഞിനെ പള്ളിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അച്ഛൻ അതിന് മാമോദീസ മുക്കി, എന്നിട്ട് അച്ഛൻ വീട്ടിലേക്ക് കൊടുത്തു വിടുന്നു. നിങ്ങൾ കുഞ്ഞിനെ പള്ളി കൊണ്ടുവന്ന പേരൻസ് ആ കുഞ്ഞിനെ സൂക്ഷിച്ച് നോക്കിക്കേ, കൊണ്ടുവന്നതിനേക്കാൾ എന്തെങ്കിലും വ്യത്യാസം ഈ കുട്ടിക്ക് വന്നിട്ടുണ്ടോ? പറ, ഉണ്ടോ? എക്സ്റ്റേണലി, വെളിയിൽ ഇത് അതേ കൊച്ചു തന്നെയല്ലേ ഇത്? അതിന് പ്രത്യേകിച്ച് അതിൻ്റെ നിറം മാറിയിട്ടില്ല, അതിൻ്റെ മുഖം മാറിയിട്ടില്ല, മൂക്ക് മാറിയിട്ടില്ല, ചിരി മാറിയിട്ടില്ല, കരച്ചിൽ മാറിയിട്ടില്ല. ഈ കുട്ടി വന്നതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനൊന്നും നടന്നില്ലെന്നാണോ? ഏതാണ്ട് 8 കാര്യങ്ങൾ മാമോദീസയിൽ സംഭവിക്കുന്നു എന്നാണ് പ്രബോധനം. 8 കാര്യം, നേരമില്ല പറയാൻ. 8 കാര്യം സംഭവിക്കുന്നു. ഈ 8 കാര്യം കൊച്ചിന് സംഭവിച്ചു, എന്നിട്ട് ആ കൊച്ചിനെ കണ്ടിട്ട് ഒരു വ്യത്യാസമില്ല. അപ്പോൾ നീതീകരണം സംഭവിച്ചത് ശരീരത്തിലാണോ, മനസ്സിലാണോ, ആത്മാവിലാണോ? അത് ഓർത്തോണം എപ്പോഴും. നീതീകരണം സംഭവിക്കുന്നത് എവിടാ? ആത്മാവിലാണ്. അതായത് ദൈവം എന്തൊക്കെയാണ് സംഭവിച്ചത്? മാമോദീസയിൽ ദൈവം, പിതാവായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്നു, പുത്രൻ വന്നു, പരിശുദ്ധാത്മാവ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി, യേശുവിൻ്റെ ശരീരമായി, വിശ്വാസം, പ്രത്യാശ, സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു, സഭയുടെ അംഗങ്ങളായിട്ട് മാറി, ഉത്ഭവഭാവം പരിഹരിക്കപ്പെട്ടു. ഇതെല്ലാം നടന്നത് എവിടാ? ഉറക്കെ പറ, ആത്മാവിൽ. ഇതെല്ലാം നടന്നത് ആത്മാവിലാണ്. അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ആത്മാവാണ് നീതീകരിക്കപ്പെട്ടത്, മനസ്സും പഴയതാണ്, ശരീരവും പഴയതാണ്. ശരിയല്ലേ പറയുന്നത്? മനസ്സും പഴയതാണ്, ശരീരവും. എന്താണ് വിശുദ്ധീകരണം? വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഈ മനസ്സ് നവീകരിക്കപ്പെടുകയും ശരീരം നവീകരിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പേരാണ്. ആത്മാവ് ഓൾറെഡി നീതീകരിക്കപ്പെട്ടു. ഇനി ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത് മനസ്സ് ഇപ്പോഴും പഴയതാണ്. നമ്മൾ ചിന്തിക്കുന്ന ലോകത്തെ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. ആണോ? അതെ. 1-ാം തീയതി പൂച്ച അങ്ങോട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി, പൂച്ച കുറുക്കാടി, അയ്യോ ജീവിതം തീർന്നു എന്ന്. അപ്പുറത്തെ കാർത്തിയായനിയമ്മ ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. ചിന്താഗതി മാറ്റം വന്നോ? പറ. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വിചാരിച്ചം വന്ന് വലിയ ശക്തമായ ശാസനയും പ്രബോധനവും. അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കരുത് ചേച്ചി, ചേട്ടത്തി, ഇതരശ്യാമേ, വിശ്വസിക്കരുത്. അന്ധവിശ്വാസം പാടില്ല, മന്ത്രവാദം പാടില്ല, അന്ധവിശ്വാസം പാടില്ല. വികാരിച്ചൻ വീട്ടിലിരുന്ന് ഉപദേശിക്കുമ്പോൾ പല്ലി പല്ലി പല്ലി. ഉടനെ അമ്മച്ചി എന്നാ പറയും? ഇതരശ്യാമ, സത്യം. മനസ്സ് പഴയത് തന്നെയാണ്. മനസ്സ് പഴയത് തന്നെയാണ്. 1-ാം തീയതി രാവിലെ വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ അയ്യോ ഇവരെയാണല്ലോ രാവിലെ. മനസ്സ് പഴയത് തന്നെയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ല നമ്മളെ നിയന്ത്രിക്കുന്ന 1000 തവണ വചനത്തിൽ വായിച്ചിട്ടും പിന്നെ നമുക്കറിയാം നാള്, തീയതി, രാഹു, കാലം, സമയം, ഇതൊക്കെയാണ് നമ്മളെ. അപ്പം മനസ്സിപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ശരീരമോ? ശരീരത്തിന് പഴയ പോലെ തന്നെ. പഴയ വിശപ്പ്, പഴയ ദാഹം, പഴയ ദേഷ്യം, പഴയ കോപം, പഴയ കുശുമ്പ്, പഴയ അസൂയ, ഇതെല്ലാം പഴയ പോലെ തന്നെ. വലിയ വ്യത്യാസമൊന്നുമില്ല. ധ്യാനം ഒരു 67-ാമത്തേതാണ്, പക്ഷേ സംഭവം എല്ലാം പഴയ പോലെ തന്നെയാണ്. കേൾക്കുന്നുണ്ടോ? നീതീകരിക്കപ്പെട്ടത് ആത്മാവാണ്.
ഇനി മനസ്സ് നവീകരിക്കപ്പെടാനുണ്ട്, ശരീരം മഹത്വീകരിക്കപ്പെടാനുണ്ട്, ശരീരം ഗ്ലോറിഫൈ ചെയ്യപ്പെടാനുണ്ട്, ശരീരം നവീകരിക്കപ്പെടാനുണ്ട്. പോട്ടെ. അപ്പോൾ മനസ്സ് നവീകരിക്കപ്പെടുകയും ശരീരം നമ്മൾ പറയുന്ന ആത്മാവ് പറയുന്ന നിലയ്ക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ, ശരീരം മറുതലിക്കാതെ ആത്മാവ് പറയുന്ന പോലെ ശരീരം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ശരീരം പ്രാർത്ഥിച്ചോണം, മുട്ടുകുത്താൻ പറഞ്ഞാൽ ശരീരം മുട്ടുകുത്തിക്കണം, ഉപവസിക്കാൻ പറഞ്ഞാൽ ശരീരം ഉപവസിച്ചോണം. ഇങ്ങനെ ശരീരം ആത്മാവ് പറയുന്ന ലെവലിലേക്ക് വരുന്നു. ആ യാത്രയുടെ പേരാണ് എന്ത്? വിശുദ്ധീകരണം. പിടികിട്ടുന്നുണ്ടോ? ആത്മാവ് നീതീകരിക്കപ്പെട്ടു. ഇനി മനസ്സും ശരീരവും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ ലോക ജീവിതം, ആ മേഖലയാണ് വിശുദ്ധീകരണത്തിൻ്റെ മേഖല. ഇവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വചനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും കൂദാശയിലും എല്ലാം ജീവിത സമരങ്ങളിൽ ഏർപ്പെട്ട് പാപത്തെ തോൽപ്പിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ലാസ്റ്റ് പോയിന്റിൻ്റെ പേരാണ്, ഈ ബസ് എത്തി നിൽക്കുന്ന അവസാനത്തെ സ്റ്റോപ്പിൻ്റെ പേരാണ് മഹത്വീകരണം, ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. ഇത്രയും പിടി കിട്ടിയോ? നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. ശ്രദ്ധിച്ചോണേ. മഹത്വീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് പോയിന്റ്. മഹത്വീകരണം എന്ന് പറഞ്ഞാൽ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറയാം, നേരമില്ലാത്തതുകൊണ്ട്, ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് മഹത്വീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ പോലെ ആകുന്ന മോമെൻറ്റിൻ്റെ പേരാണ് മഹത്വീകരണത്തിൻ്റെ പൂർണ്ണത. അതായത് ഒരാൾ എന്ത് ചെയ്തു? യേശുവിനെ പോലെ, എല്ലാ അർത്ഥത്തിലും ഒരാൾ യേശുവിനെ പോലെ ആയി. ഇപ്പം അയാളെ നോക്കുമ്പോൾ, ജോസഫിനെ നോക്കുമ്പോൾ ജോസഫിനെ കാണാനില്ല, ആരെ മാത്രമേ കാണാനുള്ളൂ? അതായത് ജോസഫ് സംസാരിക്കുന്നത് യേശുവിനെ പോലെ, ജോസഫ് ചിന്തിക്കുന്നത് യേശുവിനെ പോലെ, ജോസഫ് പെരുമാറുന്നത് യേശുവിനെ പോലെ, ജോസഫ് പ്രതികരിക്കുന്നത് യേശുവിനെ പോലെ, ജോസഫ് സഹിക്കുന്നത് യേശുവിനെ പോലെ, ജോസഫ് ക്ഷമിക്കുന്നത് യേശുവിനെ പോലെ. ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് യേശുവിനെ പോലെ. ഇതിൻ്റെ പേര്, ഈ ലാസ്റ്റ് മൊമെന്റിന്റെ പേരാണ് എന്ത്? മഹത്വീകരണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ വചനമൊക്കെ ഉണ്ട്, വചനം എടുക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ട്. ഈ ലാസ്റ്റ് മൊമെന്റിന്റെ പേരാണ് മഹത്വീകരണം. അവിടുത്തെ സാദൃശ്യത്തിലേക്ക് നാം എല്ലാവരും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റോമർ 8 പറയുന്നുണ്ട്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് രൂപാന്തരപ്പെടുത്താൻ മുൻകൂട്ടി നിശ്ചയിച്ചു, പുത്രനെ പോലാക്കാൻ. അപ്പോൾ പിതാവായ ദൈവം നമ്മളെ നോക്കുമ്പോൾ, പിതാവായ ദൈവം നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? അംബാനിയെ പോലെ ആവാനാണോ? യൂസഫ് അലിയെ പോലെ ആവാനാണോ? അല്ല. ഇലോൺ മസ്കിനെ പോലെ ആവാനാണോ? പിന്നെ ആരെ പോലെ ആവാനാ? അപ്പോൾ പിതാവായ ദൈവം നമ്മളോട് എപ്പോഴും ഈ വചനത്തിലൂടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെപ്പോലെ ആവരുത്, നിങ്ങളുടെ അപ്പനെ പോലെ ആവരുത്, അമ്മയെ പോലെ ആവരുത്, നിങ്ങൾ വേറെ ആരെ പോലെ ആവരുത്. ആരെ പോലെ ആവണം? ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കുക. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ, ഹെബ്രായർ 12:1 മുതൽ എല്ലാവരും എടുത്ത് വായിക്കുക. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ചുറ്റും ആരുടെ സമൂഹമുണ്ട്? സാക്ഷികളുടെ സമൂഹമുണ്ട്. സാക്ഷികൾ ആരൊക്കെയാ? അൽഫോൻസ്, അന്തോണീസ്, പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, മോശ, അബ്രഹാം. ഇതെല്ലാം ആരാണ്? സാക്ഷികളാണ്. പഴയ നിയമത്തിൽ ഹെബ്രായർ 11 ആ സാക്ഷികളുടെ മുഴുവൻ ലിസ്റ്റ് പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ ഈ പറഞ്ഞ ആദം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സാക്ഷികളെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഹെബ്രായ ലേഖന കർത്താവ് പറയാണ്, നമ്മുടെ ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ, വായിക്കൂ, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ, അതായത് ഈ സകല സാക്ഷികളെയും കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, അവരെ കണ്ടിട്ട് ഓടരുത്. മോശയെ കണ്ടിട്ട് ഓടിയാൽ എന്ത് പറ്റും? മോശ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു തെറ്റ് ചെയ്തിട്ടാണ് മരിച്ചത്. അപ്പം നമുക്ക് തോന്നും തെറ്റ് ചെയ്യാം. അബ്രഹാമിനെ കണ്ടിട്ട് ഓടിയാൽ അബ്രഹാം സാറായെ മാത്രമല്ല വേറെ സ്ത്രീകളെയും കല്യാണം കഴിച്ചായിരുന്നു. അപ്പം നമുക്ക് തോന്നും ഒന്നുകൂടെ കെട്ടാം. സാക്ഷികൾ, മനസ്സിലായോ? നമുക്ക് ചുറ്റും സാക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ കണ്ടിട്ട് പ്രചോദനം സ്വീകരിക്കാൻ, അവരെ കണ്ടുകൊണ്ട് ജീവിക്കരുതെന്ന്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും ആരെ കണ്ടിട്ട് ജീവിക്കണം? ആരെ നോക്കി ഓടണം?
നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം. അപ്പോൾ ഈ യേശു കംപ്ലീറ്റ് ആയിട്ട് യേശുവിനെ നോക്കി യേശുവിനെ പോലെ ആവുന്നതിൻ്റെ പേരാണ് എന്ത്? മഹത്വീകരണം. ഇത്രയും പിടികിട്ടിയോ? യേശുവിനെ പോലെ ആവുന്നതാണ് മഹത്വീകരണം എന്ന് പറഞ്ഞാൽ, വേറൊരു വാക്കി പറഞ്ഞാൽ, യേശുവിൻ്റെ ജീവൻ സ്വന്തമാകുന്നതാണ്. യേശുവിൻ്റെ ജീവിതം നമ്മൾ ജീവിക്കുന്നതാണ്. നിങ്ങൾ മടുത്തോ? മടുത്താലും മടുത്തില്ലെന്ന് പറ എന്ന് പറഞ്ഞാൽ മടുത്തില്ലെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ പറയാവൂ. അതായത് ഈ യേശുവിൻ്റെ ജീവൻ നമ്മുടെ സ്വന്തമാകണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ ഓക്കെ, 1980 ഓഗസ്റ്റ് 29 എന്താ അതിൻ്റെ പ്രത്യേകത? അറിഞ്ഞൂടെ? എന്തിനു നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് അറിഞ്ഞില്ലെങ്കിൽ? അന്നാണ് ഡാനിയേൽ അച്ഛൻ്റെ മാമോദീസ. നിങ്ങൾ അറിയേണ്ട യാതൊരു കാര്യമില്ല. 1980 ഓഗസ്റ്റ് 20 ആൽബർട്ട് വടക്കേമുറിയിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ എന്നെ മാമോദീസ മുഖി. ജനറൽ നോളജാണ്, പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ 1980 ഓഗസ്റ്റ് 20 ഇങ്ങോട്ട് നോക്കിയേ. അന്ന് ഞാൻ ലോകത്തോട് ഒരു കാര്യം പ്രഖ്യാപിച്ചു. എനിക്കറിഞ്ഞൂടായിരുന്നു, എനിക്ക് ബോധമുള്ള പ്രായമല്ല. എങ്കിലും അപ്പസ്തോലനായ പൗലോസ് മാമോദീസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചു തന്നു. മാമോദീസ സമയത്ത് ഒരു വ്യക്തി ലോകത്തോടൊരു കാര്യം പ്രഖ്യാപിച്ചു. അത് വായിക്കാം. അത് റോമാലേഖനം 6-ാം അധ്യായം. മാമോദീസയിൽ ഒരു വ്യക്തി ലോകത്തോട് എന്താണ് പ്രഖ്യാപിച്ചത്? റോമാലേഖനം 6-ാം അധ്യായം എടുത്തേ. 6-ാം അധ്യായത്തിൽ 6-ാം അധ്യായം കാണുന്നില്ല. ഉണ്ട്, ഞാൻ ഇപ്പോൾ എടുത്തു തരാം. 6-ാം അധ്യായം ഉണ്ട്, അത് പറഞ്ഞു പോയായിരുന്നു. ഉണ്ട്, എൻ്റെ കയ്യിലുണ്ടത്. അത് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. റോമാലേഖനം കിട്ടി. റോമാർ 6. അത് പറഞ്ഞു പോയി. എനിക്ക് ശരിക്കുമൊന്നും വേണ്ട, നിങ്ങളെ പുത്തം പോലെ ഇരിപ്പുണ്ട്. അതിന് കാരണമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പരിഹസിക്കാൻ വരട്ടെ. അപ്പോൾ റോമർ 6 ഇത് എന്തെളുപ്പം, ഇതാ എളുപ്പം. ഇങ്ങനെ കയറി ഓരോന്ന് കൈവച്ച് കഴിഞ്ഞാൽ വായിച്ചോ. റോമർ 6:1 മുതൽ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അവിടെ നിന്ന് നിർത്തണം. അപ്പം ജ്ഞാനസ്നാനത്തിൽ എന്താ നടന്നേ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു, ഒന്നായി. അപ്പം മാമോദീസയിൽ നടന്ന ഒരു കാര്യം, ഞാൻ യേശുവിനോട് ഐക്യപ്പെട്ടു. ഉറക്കെ പറഞ്ഞേ. ഐക്യപ്പെട്ടു. ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അപ്പോൾ എന്താ ചെയ്തത്? അവനോട് ഐക്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ മരണത്തോടാണ് ഐക്യപ്പെട്ടത്. അതായത് അവൻ്റെ മരണത്തോട് ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു തന്നെ എനിക്ക് സഹോദര. അവൻ്റെ മരണത്തോട് ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനോടുകൂടെ മരിച്ചു എന്നാ. മരണത്തോട് ഐക്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ മരിച്ചെന്നാണ്. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് മരിക്കുക മാത്രമല്ല സംസ്കരിക്കപ്പെടുകയും ചെയ്തു. 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അതായത് മാമോദീസായിൽ അപ്പസ്തോലൻ, വേറെ 1-2 വാക്യങ്ങളോട് എടുക്കണം. 2 കൊരിന്തോസ് 5 ഇതിനോട് ചേർത്ത് വായിക്കാനാണ്. നമ്മൾ മാമോദീസായിൽ മരിച്ചു എന്നാണ് ഈ പറയുന്നത്. 2 കൊരിന്തോസ് 5:12 വായിക്കാം. 2 കൊരിന്തോസ് 14 വായിക്കാം. 14 ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇവിടെ പറയാണ് 2 കൊരിന്തോസ് 5:14 പറയാണ്. ഒന്ന് കേൾക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞേ. ഒരുവൻ മരിച്ചപ്പോൾ
ആ ഒരുവൻ ആരാണ്? യേശു. യേശു കുരിശിൽ മരിച്ചപ്പോൾ നമ്മളെല്ലാവരും മരിച്ചു. അങ്ങനെ യേശുവിനോടൊപ്പം നമ്മൾ അവൻ്റെ കുരിശിൽ അവനോടുകൂടെ മരിച്ചു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന സമയമാണ് നമ്മുടെ മാമോദീസയുടെ സമയം. മാമോദീസയുടെ സമയത്ത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, യേശു മരിച്ചപ്പോൾ ഡാനിയേലും അവൻ്റെ കൂടെ മരിച്ചു. അവൻ അടക്കപ്പെട്ടപ്പോൾ ഞാനും അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ വേറൊരാളായി ഉയർത്തെഴുന്നേറ്റു. പുതിയ ജീവനായി അങ്ങനെ പറയുന്നത്, പുതിയ ജീവൻ, പഴയ ജീവനല്ല. അപ്പം എൻ്റെ ചോദ്യം, ഈ മാമോദീസായിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ പഴയ ജീവൻ, പറയൂ, മരിച്ചു, പുതിയ ജീവൻ ഉയർത്തു. ഞങ്ങൾക്ക് പുതിയ ജീവനുണ്ട്, പുതിയ ജീവൻ. അപ്പം എൻ്റെ ചോദ്യം, അത് ആരുടെ ജീവനാ? അപ്പം മാമോദീസായിൽ ഞാൻ പറഞ്ഞത്, ഞാൻ മരിച്ചു, ഇനി എനിക്കൊരു ജീവനുണ്ട്. ആരുടെ ജീവനാണത്? യേശുവിൻ്റെ ജീവനാണ്. അതാണ് ഗലാത്യർ 2:20. ഗലാത്യർ 2:20. ഗലാത്യർ 2:20. ഗലാത്യർ 2:20 പെട്ടെന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലുണ്ട്? ജീവൻ കണ്ടോ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ കുരിശിൽ മരിച്ചു. എന്ന് മരിച്ചു? മാമോദീസായിൽ ഞാനത് പ്രഖ്യാപിച്ചു, ഞാൻ യേശുവിനോടുകൂടെ മരിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവനല്ല. പിന്നെ ആരുടെ ജീവനാണ്? യേശുവിൻ്റെ ജീവനാണ്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇനി ഡാനിയേലിൻ്റെ ഒരു ജീവിതം ഇല്ല. പിന്നെ ആരുടെ ജീവിതമേ ഉള്ളൂ? ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ ആരായിട്ട് ജീവിക്കാൻ പറ്റൂ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? ഇനി ജീവിക്കണമെങ്കിൽ ആരായിട്ട് ജീവിക്കാൻ പറ്റൂ? അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? വിജയന് പറയാം പഴയ വിജയനായിരുന്നെങ്കിലെന്ന്. പിണറായി വിജയന് പറയാം പഴയ വിജയനായിരുന്നെങ്കിൽ എന്ന് വിജയന് പറയാം. ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? പഴയതില്ലെന്ന്. എൻ്റെ പഴയ സ്വഭാവം പറയാൻ പറ്റത്തില്ല. കാരണം പഴയ സ്വഭാവം മരിച്ചു എന്ന് പറഞ്ഞ് ലോകത്തോട് വിളിച്ച് പറഞ്ഞായിരുന്നു. എല്ലാവരും പറഞ്ഞായിരുന്നു, ഞങ്ങൾ മരിച്ചു എന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമുക്ക് ഇനി, ഞാൻ പറയുന്നത് ഇതാണ് വിശ്വാസത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമുക്ക് ഇനി ഞാനായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയത്തില്ലേ, ഓരോരുത്തരും നമ്മളോട് ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കയറി വരത്തില്ലേ? അന്നേരം നമ്മളോട് പറയണം, കയറി വരാൻ യാതൊരു അവകാശമില്ല. നീ ആരാണ്? യു ആർ എ ഡെഡ് ബോഡി. നീ മരിച്ചതാണ്. നിനക്ക് ഈ സാഹചര്യത്തിൽ നിനക്കിനി പെരുമാറണമെങ്കിൽ നീയായിട്ട് പെരുമാറാൻ പറ്റത്തില്ല. ആരായിട്ട് പെരുമാറാൻ പറ്റൂ? യേശു ആണെങ്കിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറും? ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്ന ചോദ്യം. ഈ പോയിന്റിൽ, ഈ സാഹചര്യത്തിൽ യേശുവാണെങ്കിൽ എങ്ങനെ പെരുമാറും? യേശുവാണെങ്കിൽ എന്ത് മറുപടി പറയും? യേശുവാണെങ്കിൽ എന്ത് നിലപാടെടുക്കും? ഇത് മാത്രമേ നമുക്ക് പറയാൻ അവകാശമുള്ളൂ. പഴയ ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, നമുക്കങ്ങനെ പഴയ ജീവിതം ഇല്ല. നമ്മുടെ മുമ്പിൽ ഓരോ ഓപ്ഷനേ ഉള്ളൂ, യേശു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവശാസ്ത്രപരമായി വചനപരമായി നമുക്കൊരു പഴയ ജീവിതം ഇല്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ആരായിട്ട് ജീവിക്കാൻ പറ്റൂ? ഒരിടവകയിൽ, എനിക്കറിയാവുന്ന ഒരിടവകയിൽ വികാരി അച്ഛനോട് ഒരു ചേട്ടൻ എതിരഭിപ്രായം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. വികാരി അച്ഛൻ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കുന്ന അച്ഛനല്ല. എങ്കിലും ഇത് കേട്ടപ്പോൾ അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ തിരിച്ചു പറഞ്ഞു. അപ്പോൾ മറ്റേ ആളും വഴക്കാളിയൊന്നുമല്ല, അയാൾ തിരിച്ചു. പക്ഷേ അയാൾ ഇത് കേട്ടപ്പോൾ അയാളും രക്തം തിളച്ചു. രണ്ടുപേരും ചെറുപ്പക്കാരാണ്, രക്തം തിളച്ചു. അപ്പോൾ അയാളും പറഞ്ഞു. അപ്പം ഞാൻ അവിടുത്തെ മുമ്പ് വികാരിയായിരുന്ന ആളാണ്. അപ്പോൾ ഈ വഴക്കെല്ലാം കഴിഞ്ഞിട്ട് ഈ ആള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു സങ്കടമുണ്ട്, ഞാൻ വികാരിച്ചനോട് അല്പം വഴക്ക് ഇട്ടെന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലായിരുന്നല്ലോ, എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, പക്ഷേ പറയാൻ പാടില്ലായിരുന്നു. ഞാനും പറഞ്ഞു, അച്ഛനും ദേഷ്യപ്പെട്ടു, അച്ഛനും അങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, അത് വൈകുന്നേരം അങ്ങനെ പോയി അച്ഛനോട് സംസാരിച്ചിട്ട് അതിനകത്തൊരു സമാധാനം ഉണ്ടാക്കും, വിഷമിക്കണ്ട. അപ്പോൾ പറഞ്ഞു, അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അതൊക്കെ ഓൾറെഡി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്തോ? എപ്പോൾ? അപ്പോൾ പുള്ളി പറഞ്ഞേ, വികാരിച്ചൻ
അടുത്ത പള്ളിയിലോട്ട് കുർബാനയ്ക്ക് പോകുന്നത് ഇങ്ങേരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടാ. അപ്പോൾ ഈ പുള്ളി നേരത്തെ കല്ലുതുള്ളി വീട്ടിലോട്ടങ്ങ് വന്നിരുന്നപ്പോഴാണ് അച്ഛനോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തത്. നേരെ റോഡിൽ കയറി റോഡിൻ്റെ നടുക്കങ്ങ് നിന്ന്. അച്ഛൻ വണ്ടിയെ വരിക. അച്ഛൻ വിചാരിച്ച് ഇയാൾ വഴിയിൽ വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് അച്ഛൻ ഓർത്തു. അച്ഛൻ ചോദിച്ചു, മാറി, എനിക്ക് പള്ളി പോകണമെന്ന് പറഞ്ഞു. ഇങ്ങ് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങുമോ? ദൈവമേ, ഈ വഴി വെച്ച് നീ വഴക്കുണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് അച്ഛൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, വാ, എന്താ, കാപ്പി കുടിച്ചിട്ട് വാ. അച്ഛനും കരഞ്ഞു, അങ്ങേരും കരഞ്ഞു. പോയി അച്ഛൻ പെട്ടെന്ന് ഇച്ചിരി കാപ്പിയെ കുടിച്ചു. ഹലോ, അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ചേട്ടാ, ഞങ്ങളൊക്കെ നേരത്തെ പരിചയമുള്ള. അപ്പോൾ അച്ഛനും കരഞ്ഞു, ഈ മനുഷ്യനും കരഞ്ഞു. ചെന്നു, അവിടെ ഇരുന്നു, കാപ്പി കുടിച്ചു. വേറെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അച്ഛാ അങ്ങനെ പറഞ്ഞത് ശരി, അങ്ങോട്ടും പറഞ്ഞില്ല ഇങ്ങോട്ടും പറഞ്ഞില്ല. കാപ്പി കുടിച്ചു, പതിവ് പോലെ പോയി. ഞാൻ പറയുന്നതേ, നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ കേട്ടോ. വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. അല്ലാതെ ഇനി പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അച്ഛനെക്കുറിച്ചുള്ള സകല കന്നത്തരങ്ങൾ എഴുതിയിടുക, അച്ഛൻ തിരിച്ചെഴുതിയിടുക, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഈ പരിപാടിയൊക്കെ ഉള്ളൂ. ഇച്ചിരി കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സെറ്റിൽ ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഓപ്ഷനൊന്നുമില്ല. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ. കാപ്പി വേണോ? അല്ല, കാപ്പി കുടിക്കാനുള്ള വീടുകളുടെ എണ്ണം അവരിങ്ങനെ ഓർക്കുക. വിരല് തികയുന്നില്ല. ഓക്കെ, അപ്പോൾ കേട്ടോണേ, ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ കാപ്പി കൊടുക്കാനുള്ളൊരു ചേച്ചി ചിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഇനി ഒരേ ഒരു ജീവിതമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ജീവിതം യേശുവിൻ്റെ ജീവൻ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? മാമോദീസായിൽ നമ്മൾ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞാൻ മരിച്ചു. യേശു കുരിശിൽ പീഡിപ്പിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ യേശു മരിച്ചോന്നറിയാൻ പട്ടാളക്കാരൻ വന്ന് കുന്തം കൊണ്ട് കുത്തി നോക്കി. മാമോദീസായിൽ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ കുത്തി നോക്കാൻ ഒരു കെട്ടിയോനെ, ഒരു കെട്ടിയോളെ, ഒരു അയൽക്കാരനെ, ഒരു ഇടവക്കാരനെ, ഒരു കൂട്ടുകാരനെ, ഒരു കൂട്ടുകാരിയൊക്കെ ദൈവം കുത്താൻ നിർത്തിയിട്ടുണ്ട്. കുത്തുമ്പോൾ ഓർത്തോണം, കുത്തുന്നത് എന്തിനാണ്? മരിച്ചോന്നറിയാനുള്ള പരിശോധനയാണ് ഈ കുത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ മനുഷ്യർ കുത്തുമ്പോഴും നമ്മൾ തിരിച്ചറിയും, നമ്മൾ ഇനിയും മരിച്ചിട്ടില്ല. ശവങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശവങ്ങൾ മരിച്ചു എന്ന സത്യം അംഗീകരിക്കാതെ പാലപ്പൂ മണമുള്ള വെള്ളിയാഴ്ച രാത്രികളിൽ സ്ലാബിൻ്റെ മൂടിയിളക്കി വെളിയിലിറങ്ങി വന്ന് മനുഷ്യരെ പേടിപ്പിച്ച് നടക്കുന്ന ശവങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചു എന്ന സത്യം നമ്മൾ അംഗീകരിക്കണം. ഞാൻ മരിച്ചു. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ, ഭാര്യ ചൂടാവുമ്പോൾ, അയൽക്കാരൻ നമുക്കിട്ട് ഉപദ്രവം ചെയ്യുമ്പോൾ, അതിരുമാന്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് പറയണം, നമ്മൾ മരിച്ചു. മരിച്ചതാണ്. ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടും. 2 കൊരിന്തോസ് 4-ാം അധ്യായം. 2 കൊരിന്തോസ് 4-ാം അധ്യായം. നമ്മൾ ഈ ജീവനെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ ജീവൻ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് യേശുവിൻ്റെ ജീവൻ എന്ന്? അതായത് നമ്മളിപ്പോൾ പെരുമാറുന്ന പോലല്ല, ഉയർന്ന ഒരു നിലവാരം. അതാരുടെ നിലവാരമാണ്? യേശുവിൻ്റെ നിലവാരം. അതായത് സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചിയസ്നെസ്, നീതിയുടെ നിലവാരം. നമ്മുടെ നീതിയുടെ നിലവാരം അല്ല, യേശുവിൻ്റെ നീതിയുടെ നിലവാരം. അപ്പോൾ ഇത് നമ്മൾ നേടിയെന്നോ ഇത് നമ്മൾ എത്തിച്ചേർന്നെന്നോ ഒന്നുമല്ല. ഇതാണ് ദൈവം. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ നമ്മൾ ജീവിക്കുന്നവരാവാനല്ല, ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ്. അതാണ് ഈശോ ഈ യോഹന്നാൻ സുവിശേഷം മുഴുവൻ പറയുന്ന ആ നീതി. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു കാര്യം, ഇനി അടുത്ത ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഭാഗം വായിക്കാം. 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ ഈ ജീവൻ വെളിപ്പെടാൻ
നമ്മളിൽ ഈ ജീവൻ വെളിപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയാണ്. 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായം. ആ മഹത്വം നമ്മളിലേക്ക് വരാൻ അതിന് 4-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ 1 മുതൽ അങ്ങ് വായിച്ചു പോവാം. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ബൈബിള് ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഒത്തിരി വായിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ ഒരുപാട് വായിക്കേണ്ട 2 അധ്യായങ്ങളാണ് 2 കൊരിന്തോസ് 3-ഉം 4-ഉം. അത് വളരെ അത് നിധികളാണ് ആ അധ്യായങ്ങൾ. അത്ര ആഴമുള്ള കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒത്തിരി വായിച്ച് ഫെമിലിയർ ആവണം ഈ അധ്യായങ്ങളുമായിട്ട്. അപ്പോൾ ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല. പ്രത്യുത സത്യം തെളിവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ച് വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വം, കണ്ടോ ആ വാക്ക് നിങ്ങൾ കണ്ടോ, മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ വന്നാണോ? മഹത്വം, പ്രകാശം. ക്രിസ്തുവിൻ്റെ ആ മഹത്വവും ക്രിസ്തുവിൻ്റെ പ്രകാശവും ഈ ലോക മനുഷ്യന് അത് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചാൽ എന്താണ് അതിൻ്റെ നന്മ, എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്ന് ലോക മനുഷ്യന് മനസ്സിലാവത്തില്ല. കാരണം ലോകത്തിൻ്റെ ദേവൻ അവൻ്റെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അങ്ങനല്ല. 5-ാമത്തെ വാക്യം, ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ചല്ല, പ്രത്യുത യേശുക്രിസ്തുവിനെ കർത്താവായും യേശുവിന് വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരുമായിട്ടാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ കണ്ടോ വെളിച്ചം, കണ്ടോ ആ വെളിച്ചം ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയത്. അതുകൊണ്ട് ഇനി അപ്പസ്വലൻ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മഹത്വം കിട്ടണം, ഞങ്ങൾക്ക് യേശുവിൻ്റെ ജീവൻ ജീവിക്കണം, ഞങ്ങളിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെട്ട് വരണം, ഞങ്ങൾക്ക് ആ പ്രകാശം കിട്ടണം, ഞങ്ങൾക്ക് ആ മഹത്വം കിട്ടണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? 7-ാമത്തെ വാക്യം, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും. അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞെരുക്കപ്പെടുന്ന ആളുകൾ, പല രീതിയിൽ ഞെരുക്കപ്പെടുന്നവർ, ഞെരുക്കപ്പെടാത്തവർ ഇതിനകത്തുണ്ടോ? ഇല്ല, എല്ലാവരും ഉണ്ട്. അടുത്തത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും. ഞാൻ ചോദിക്കുകയാണ്, വിഷമിപ്പിക്കപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല, പല രീതിയിൽ നമുക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. അടുത്ത വാക്യം, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും. നമ്മൾ പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും. അടുത്ത വാക്യം നമ്മൾ നല്ല ലാമിനേറ്റ് ചെയ്ത് ഭിത്തിയിൽ ഒട്ടി വെക്കേണ്ട വാക്യമാണ്. 10-ാമത്തെ വാക്യം, യേശുവിൻ്റെ ജീവൻ. കണ്ടോ ആ വാക്ക് കണ്ടോ? യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ കൊണ്ടു നടക്കുന്നു. നമുക്ക് മനസ്സിലായോ? അപ്പോസ്തലൻ പറയാണ്, ഈ ജീവൻ പുറത്ത് വരാൻ എന്ത് ചെയ്യണം? ഞങ്ങൾ അവിടുത്തെ മരണം കൊണ്ട്. എങ്ങനെ മരിക്കുന്നത് നമ്മൾ? അതായത് ഒരാൾ നമ്മളെ തെറി വിളിച്ചു, നമ്മൾ സംയമനം പാലിക്കുമ്പോൾ നമ്മൾ അവിടെ യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്നു. നമ്മളെക്കുറിച്ച് ഒരാൾ അപവാദം പറഞ്ഞു, നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോവാതെ, അതിനെ ന്യായീകരിക്കാൻ പോവാതെ നമ്മൾ കർത്താവിന് സമർപ്പിച്ച് നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ നമ്മളോട് തന്നെ മരിക്കുകയല്ലേ? ആണോ? നമുക്ക് ഏത് മനുഷ്യനും, ഇപ്പം ഞാനിപ്പോൾ സിസ്റ്ററിനെ ഇങ്ങനെ വന്ന് അടിക്കാൻ ശ്രമിച്ചാൽ സിസ്റ്ററിൻ്റെ പ്രതികരണം എന്തായിരിക്കും? കൈ ഇങ്ങനെ സ്വാഭാവികമായിട്ട് കൈ എടുത്ത് ഇങ്ങനെ, എന്നെ അടിക്കത്തില്ല, പക്ഷേ കൈ ഇങ്ങനെ എടുത്ത് തടയും. അതിന് റിഫ്ലക്സ് ആക്ഷൻ. ഏത് മനുഷ്യൻ്റെയും ഏറ്റവും ബേസിക്കായ അവകാശമാണ് ഡിഫെൻസിനുള്ള അവകാശം. എന്നാൽ ഒരാൾ ചിന്തിക്കുകയാണ്, ഒരാളെന്നെ കുറിച്ച് ഞാൻ ഡിഫെൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, സാരമില്ല, കർത്താവ് പറയുന്നതാണല്ലോ വലുത്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ അയാളോട് തന്നെ മരിക്കുകയാണ്. നമ്മളെ ഒരാൾ ദ്രോഹിക്കുന്നു, നമ്മൾ അയാളോട് തിരിച്ചൊന്നും ചെയ്യാൻ പോവാതെ, പ്രതികരിക്കാൻ പോവാതെ, പ്രതികാരം ചെയ്യാൻ പോവാതെ നമ്മളത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. നമ്മളോട് മരിക്കുകയാണ് അവിടെ. അപ്പോസ്തലൻ പറയാണ്,
ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പുറത്തു വരാൻ വേണ്ടി ഞങ്ങളോട് തന്നെ 1000 തവണ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ വാക്യം, 10ാമത്തെ വാക്യം. എന്താണ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം എല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ സംവഹിക്കുന്നു. അപ്പോൾ അടുത്ത വാക്യം, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി എപ്പോഴും മരണത്തിന് വിധിക്കപ്പെടുന്നു. നിങ്ങൾക്ക് മനസ്സിലായി ഈ വാക്യത്തിൻ്റെ അർത്ഥം? ഓരോ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ച് 10 വർത്താനം കൊണ്ട് പറയാൻ നമുക്ക് കഴിവുണ്ട്, അറിവുണ്ട്, അവരെക്കാൾ വാചാലതയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് നമ്മളോട് പറയാണ്, ഡാനിയേൽ, നീ അല്ല ജീവിക്കുന്നത്. ആരാണ് ജീവിക്കുന്നത്? യേശുവാണ് ജീവിക്കുന്നത്. നീ മരിച്ച ആളാണ് എന്നെനിക്ക് പറയാൻ പറ്റിയാൽ, ആ സമയത്ത് ഞാൻ മരിച്ചാൽ എന്നിൽ എന്ത് പുറത്തു വരും? യേശുവിൻ്റെ ജീവൻ പുറത്തു വരും. അപ്പം ഞാൻ ചെല്ലുന്ന നിൽക്കുന്ന സ്ഥലത്തെല്ലാം എന്തുണ്ടാവും? യേശുവിൻ്റെ ജീവൻ ഉണ്ടാവും. അവിടെ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. ഈശോ പറഞ്ഞു, ഈ ജീവൻ നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുണ്ടാകാനാണ് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഒരുപാട് കാര്യമുണ്ട്, ഞാൻ നോക്കട്ടെ ഏതാ പറയേണ്ടത്. ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. അതായത് ഈ ജീവൻ, ഇനി ഈ ജീവനെക്കുറിച്ച് ഈശോ ഏറ്റവും കൂടുതൽ നമുക്ക് പറഞ്ഞു തന്ന അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ഈ ജീവൻ ഉണ്ടാവാൻ ഈശോ പറഞ്ഞു തന്ന മറ്റൊരു വഴിയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ. അപ്പോൾ അതാണ് ഒന്ന് ഗ്രഹിച്ചിട്ട് നമുക്ക് നിർത്താം. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? അല്പസമയത്തേക്ക് പെട്ടെന്ന് നിർത്താം, പെട്ടെന്ന് വിടാം. അങ്ങോട്ട് നോക്കൂ. ഈശോ പറയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഈ ജീവനില്ല. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പുറത്തു വരുത്തില്ല. നിങ്ങൾക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ ജീവൻ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവൻ, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ നിലവാരം നിങ്ങളുടെ ഈ ശരീരത്തിൽ നിന്ന് വരാത്തതുകൊണ്ട് ആ ജീവനുള്ള എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. കുർബാനയെക്കുറിച്ച് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്തിനാണ് ഈശോയുടെ ശരീരം തന്നത്? ആ ശരീരത്തിനകത്ത് രക്തത്തിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. യേശു ആഗ്രഹിക്കുന്ന ഒരു ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ നമ്മുടെ ശരീരത്തിലെ ജീവന് പറ്റില്ല. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? യേശുവിൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിലൂടെ, അവൻ്റെ രക്തത്തിലൂടെ നമുക്ക് തരികയാണ്. അപ്പൊ കുർബാന എന്തിനാ? ഇറങ്ങിയിട്ട് അടി ഉണ്ടാക്കാനാണോ? അല്ല, അടി ഉണ്ടാക്കാതിരിക്കാനാണ്. ഇറങ്ങിയിട്ട് ലഹള ഉണ്ടാക്കാനാണോ? അല്ല. ഇറങ്ങിയിട്ട് പള്ളിക്കാരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും ചീത്ത വിളിക്കാനാണോ? അല്ല. അത് ചെയ്യാതിരിക്കാനാണ് ഈശോ പറയുന്നത്. അത് ചെയ്യാൻ നിങ്ങൾക്ക് കുർബാന സ്വീകരിക്കണ്ട. നിങ്ങളുടെ ശരീരത്തിൽ അതിനുള്ള സാധനം എല്ലാം ഉണ്ട്. ചെയ്യാതിരിക്കാൻ എൻ്റെ ജീവൻ വേണം, അതിന് എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? വിശുദ്ധ കുർബാന പോലും നൽകപ്പെടുന്നത് നമ്മൾ യേശുവിനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ പോയി അടിയും വഴക്കും കലകവും സമാധാനക്കേടും പ്രശ്നവും വാക്കേറ്റവും കത്തിക്കുത്തും, അതിന് യേശുവിൻ്റെ ജീവൻ ആവശ്യമില്ല. എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ജീവൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷൻ്റെ ഈ വചന ശുശ്രൂഷ സമാപിക്കുമ്പോൾ എനിക്കറിയാം, ഇത് പറയുമ്പോൾ എനിക്കും അറിയാം, കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, ഇത് വലിയ ദൂരത്തിൽ കിടക്കുന്നൊരു സാധനമാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബോധ്യത്തിലും നമുക്കിത് സ്വീകരിക്കാം. എന്നെ യേശു സ്വന്തമാക്കിയത് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കാനല്ല, യേശുവിൻ്റെ ജീവിതം. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ആളുകൾ പറയും, ഇവർ കർത്താവിനെ വിശ്വസിക്കുന്നവരാണ്, ഇവർ കർത്താവിൻ്റെ ആളുകളാണ്, ഞങ്ങളും വരികയാണ് കർത്താവിൻ്റെ കൂടെ. അല്ലെങ്കിൽ നമ്മൾ എന്തോരം ഇങ്ങനെ പറഞ്ഞാലും മനുഷ്യൻ്റെ ഹൃദയങ്ങൾ കീഴടങ്ങില്ല. കാരണം
അവർ നമ്മളിൽ ആ ജീവൻ കാണുന്നില്ല, ആ ജീവൻ നമ്മളിലൂടെ വെളിപ്പെടുന്നില്ല. നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെയാണ്, നമ്മുടെ അയൽവക്കത്തുള്ള പള്ളിയിൽ പോകാത്തവരെ പോലെ തന്നെയാണ് നമ്മളും പെരുമാറുന്നത്. നമ്മളിൽ വ്യത്യസ്തമായൊരു ജീവൻ ആർക്കും കാണാൻ പറ്റുന്നില്ല. പള്ളിയിൽ പോകുന്നവർ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു തലമുറ പ്രാർത്ഥനയെ തന്നെ വെറുത്തത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥിക്കുന്നവരിൽ ഈ ജീവൻ കാണാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവർ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും പോലും തള്ളിപ്പറഞ്ഞത്? കാരണം അവരിൽ ആ ജീവൻ കാണാത്തത് കൊണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സ്റ്റുഡൻ്റായിട്ട് ഉണ്ടായിരുന്നൊരു കുട്ടി അന്ന് ഒട്ടും വിശ്വാസം, നിരീശ്വരവാദിയായിരുന്നു. ഒറ്റ പ്രാർത്ഥനയ്ക്കും വരുത്തത്തില്ല. വളരെ പുച്ഛിച്ചൊക്കെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ പ്രയർ നടത്തുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നോടൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ല. കോളേജ് വെച്ചിട്ട് ആ കുട്ടി മിണ്ടിയിട്ട് പോലും ഇല്ല. കാരണം അത്രയ്ക്ക് പിണക്കമാണ് നമ്മളോടൊക്കെ. ഒട്ടും വിശ്വാസമേ ഇല്ല, പ്രാർത്ഥനയോടൊക്കെ ഭയങ്കര പിണക്കം. എന്നാൽ ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടി അറിയാതെ എൻ്റെ അടുത്ത് വരുമായിരുന്നു. വന്ന് മധ്യ തിരുവിതാംകൂറിലുള്ള വടക്കൻ ഭാഗത്തുള്ള സ്ഥലത്തുള്ള കുട്ടിയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്ട്, അല്ല അച്ഛൻ പ്രാർത്ഥിക്കണം, എൻ്റെ മകൾക്ക് ഒട്ടും വിശ്വാസമില്ല ഒരു ശകലം പോലും വിശ്വാസമില്ല. അപ്പോൾ അമ്മയും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ഭാഗത്തൊരു കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്ത് മറ്റൊരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ആ കുട്ടിയെ ഓർമ്മയുണ്ടോ കോളേജിൽ? ഞാൻ പറഞ്ഞു ഉണ്ട്, അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ മെസ്സേജ് വല്ലതും ഇടുമായിരിക്കും. അപ്പോൾ ഈ കുട്ടി എനിക്കൊരു മെസ്സേജ് ഇട്ടു, ഞാൻ വിളിച്ചോളെ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എന്നാ. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒട്ടും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, അച്ഛനോടൊക്കെ ഞാൻ വളരെ വളരെ റിബല്യസ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. എന്നാൽ ഈശോ എനിക്ക് വിശ്വാസം തന്നു, എനിക്ക് ബൈബിളൊക്കെ ഒത്തിരി അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ അച്ഛനെ ശ്രദ്ധിക്കാറുണ്ട് പ്രസംഗിക്കുന്നതൊക്കെ. ഞാൻ പോകുന്ന വഴിക്ക് അച്ഛൻ എൻ്റെ വീട് ഒന്ന് കയറാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് ഞങ്ങൾ ആ വീട്ടിൽ കയറി. അപ്പോൾ അവൾ അടുത്തുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒട്ടും വിശ്വാസമില്ലായിരുന്നു നേരത്തെ, ഇപ്പം വിശ്വാസിയായി. എല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ഛാ എൻ്റെ വിശ്വാസം വല്ലാതെ ഒലഞ്ഞു പോകുന്നതൊറ്റ കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നവർ, ഇത്രയും ദൈവത്തെ വിളിക്കുന്നവർ, പക്ഷെ നമ്മുടെ നിലപാടുകളിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്ത് വ്യത്യാസമുള്ളത്? ആ കുട്ടി എന്നോട് പറയാണ്, എൻ്റെ വിശ്വാസം മുഴുവൻ തകർത്ത് കളഞ്ഞത് ആ കാര്യമാണ്. എന്താ അത്? നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നിലവാരത്തിൽ അവർക്കുള്ളത്? ഹൈന്ദവർ നമ്മളെക്കാളും ചിലപ്പോൾ നന്നായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടച്ചാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തലമുറ നാളെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയാൽ ഒരു കാരണം ഇതാവും. ഒരു കാരണം, പ്രാർത്ഥിക്കുന്നവരിൽ, ദൈവത്തെ തേടിയവരിൽ, പള്ളിയിൽ പോയവരിൽ, ദൈവത്തെ ആരാധിക്കാൻ കൂടിയവരിൽ അവൻ്റെ ജീവൻ വെളിപ്പെടാതിരുന്നത് നമ്മുടെ കാലം നമുക്ക് നേരെ ഉന്നയിക്കാനിടയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണവും ഒരു ചോദ്യവുമായി മാറും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.